ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഞാൻ ഒരു ആശംസ നൽകി തരികയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് വലിയൊരു വിടുതലിലൂടെ കർത്താവിൻ്റെ ദാസിയെ പുറത്തു കൊണ്ടുവന്നതായ അനുഭവമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കും. ഓക്കെ, സഹായിക്കട്ടെ. എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്. ഞാൻ അമേരിക്കയിലെ ടെക്സസിൽ ഡാളസിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഡാളസിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ സഹോദരന്മാരല്ലാത്തവരെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ആ ദേശത്ത് അനുഗ്രഹിക്കട്ടെ, നിലനിർത്തട്ടെ. ആ ദേശത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി കർത്താവേ. പിന്നെയും നിന്റെ കൃപയ്ക്കുള്ളില, നിന്റെ സാന്നിധ്യത്തിനുള്ള ഞങ്ങളെ ഇരുത്തിയാട്ട്. നിന്റെ ദാസിയുടെ നാവോടും വായോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദേവദാസി, വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ കേൾവിക്കാരുടെ അറിവിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഇവിടെ ഡാളസിലെ എന്റെ ഹസ്ബൻഡും എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവര് പുറത്ത് അവര് തന്നെ ജീവിക്കുന്നു. 2 കൊച്ചുമക്കളുമുണ്ട്. ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസിക്ക് നൽകി തരികയാണ്. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദേവദാസിയോട് കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജോയ്സ് ടി വി ചാനലിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം സ്തോത്രം കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കിയത്. ഇങ്ങനെ ജോയ്സ് ടി വിയിൽ കൂടെ എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ ഒരുക്കി തന്ന പ്രിയ സിസ്റ്ററോടും കേൾവിക്കാരോടുമുള്ള സ്തോത്രം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഞാന് സ്തോത്രം പറയുന്നത് എന്റെ സാക്ഷ്യം വളരെ ഭയത്തോടെയാണ് പറയുന്നത്. കാരണം ദൈവസന്നിധിയിലാണ്, ഇതും ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ പറയുന്ന ഓരോ വാക്കുകളുടെയും ഓർത്ത് ഞാന് സ്തോത്രം ശ്രദ്ധയോടെ പറയുവാനും അത് ദൈവസന്നിധി ദൈവത്തിന് പ്രസാദമായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം. ഒറ്റ വാക്കിൽ എന്റെ സാക്ഷ്യം പറഞ്ഞാല്, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവത്തിനെ സ്തോത്രം, സ്തോത്രം. ഇത് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതാണ് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇന്ന് വരെയുള്ള എന്റെ സാക്ഷ്യം. ആമേൻ. സ്തോത്രം. എന്റെ ജീവിതത്തോട് ചേർന്ന് ഞാൻ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വാസ്തവമായി അത് അങ്ങനെ തന്നെയെന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. സ്തോത്രം. ഞാന് ഒരു സാധാരണ മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. സ്തോത്രം. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളാണ്. അതിലെ 2ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. സ്തോത്രം. എനിക്ക് മൂത്ത ഒരു സിസ്റ്ററും എനിക്ക് ഇളയത് 4 സഹോദരങ്ങളുമാണ്. സ്തോത്രം. സഹോദരന്മാരുമാണ്. അവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ടതായ 2 വ്യക്തി ജീവിതങ്ങളിവിടെ ഉണ്ട്. സ്തോത്രം. അതില് ഒന്ന് എന്റെ ഗ്രാൻഡ് ഫാദറാണ്, എന്റെ വല്യപ്പച്ചന്, എന്റെ അമ്മയുടെ പിതാവ്. വളരെ സ്തോത്രം. എന്റെ ജീവിതത്തിന് ഒരു മാതൃകയും എനിക്ക് വളരെ കണ്ടുപഠിക്കുവാൻ മാതൃകയായി തീർന്ന ഒരു ജീവിതമായിരുന്നു അത്. എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു സ്കൂളിലെ സാറും അതുപോലെ ഹെഡ് മാഷായി റിട്ടയർഡ് ആയതാണ്. എന്റെ വീട്ടിൽ നിന്ന്, ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് അധികം കുറെ കാലം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് അനേക കാര്യങ്ങൾ അവിടുത്തെയോട് ബന്ധപ്പെട്ടാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്റെ ഗ്രാൻഡ് ഫാദർ
സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് കാലങ്ങളിലൊക്കെ ചോറ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ദിവസം പോലും എന്റെ ഗ്രാൻഡ് ഫാദർ കഴിച്ചിട്ടില്ല. അതൊക്കെ ഞങ്ങൾ അറിയുന്നത് റിട്ടയർ ആയതിനൊക്കെ ആ സമയങ്ങളിലാണ് അറിയുന്നത്. അത് സ്കൂളിലെ ഏതെങ്കിലും വിശന്നിരിക്കുന്ന, ആഹാരമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നോ രണ്ടോ പേരെ കണ്ടുപിടിച്ച് അവർക്ക് അത് വീതം വെച്ച് കൊടുക്കും. ഒരിക്കൽ പോലും എന്റെ ഗ്രാൻഡ് ഫാദർ അതേ ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ വളർന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ പിന്നെ വീട്ടിൽ വന്നും അവരൊക്കെ യൗവനപ്രായത്തിൽ നല്ല ജോലിയൊക്കെ ആയി കഴിഞ്ഞ ശേഷം എന്റെ ഗ്രാൻഡ് ഫാദറിനെ തിരക്കി വന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ ഞാൻ കണ്ടുപഠിച്ച ഒരു കാര്യങ്ങളായിരുന്നു. അതുപോലെ ഒരു വ്യക്തിയായിരുന്നു എന്റെ അമ്മയും. വളരെ പ്രാർത്ഥിക്കുന്ന സ്തോത്രം ഒരു വ്യക്തിയായിരുന്നു എന്റെ മാതാവ്. സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിന്റെ വളരെ പ്രയാസമുള്ള സന്ദർഭങ്ങളിലുമൊക്കെ പ്രാർത്ഥനയോടും ആത്മസമയത്തോടും സമാധാനത്തോടും കൂടി നിൽക്കുന്ന ഒരമ്മയായിരുന്നു. അതും എന്റെ ജീവിതത്തിൽ വളരെ മാതൃകയും റോൾ മോഡലുമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ ബാല്യത്തിൽ ചെറിയ പ്രായത്തിൽ ഞാൻ രാത്രി കാലങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ ഇരുന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ ചെന്ന് കൂടെ ഇരിക്കും. എങ്കിലും അതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് സ്തോത്രം ഞാൻ ഇന്ന് എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഓർക്കുകയാണ്. സ്തോത്രം. ഇനി ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. സ്തോത്രം. എന്റെ ചെറുപ്രായത്തിലെ എന്റെ ആഗ്രഹമായിരുന്നു ഒരു നോവലിസ്റ്റായി തീരാനായിരുന്നു എന്റെ ആഗ്രഹം. ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരിയായി തീരുവാൻ തക്കവണ്ണം. സ്തോത്രം. എന്റെ ബാല്യത്തിലെ ഞാൻ അധികം വായിക്കുക, എല്ലാ സമകാലിക അന്നുണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരുടെ പുസ്തകങ്ങളും എവിടെ നിന്ന് എങ്ങനെയും കിട്ടി ഞാനിത് വായിക്കുകയും മാഗസിനുകളെ, വീക്കിലികളെ ഒക്കെ വായിക്കുകയും ചെയ്യുമായിരുന്നു, എഴുതുകയും ചെയ്യുമായിരുന്നു. എഴുതുവാനും എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ആമേൻ. സ്തോത്രം. അങ്ങനെ എന്റെ ബാല്യത്തില് എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ കടന്നു വരുമ്പോഴേ സ്തോത്രം എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നതാണ്. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു സ്വഭാവമായിരുന്നു. ഞങ്ങളുടെ വീട്ടില് കപ്പയും ഇങ്ങനെയുള്ള പറമ്പും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പം ഈ സ്കൂളിൽ നിന്ന് വന്നാല് ഞാൻ കപ്പയുടെ ഇടയിലോ അല്ലെങ്കിൽ പറമ്പിലോ പോയി എന്റെ സങ്കടങ്ങളെ, എന്റെ ദുഃഖങ്ങളെ, അല്ലെ എന്റെ സന്തോഷങ്ങളെ, അല്ലെ എന്റെ സ്കൂളിലെ കാര്യങ്ങൾ, എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ ഞാൻ അവിടെ ചെന്ന് ദൈവത്തോട് ഒരു വ്യക്തിയോട് സംസാരിക്കും പോലെ ഇങ്ങനെ സംസാരിക്കും. ആ സ്വഭാവം എനിക്ക് എവിടെ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ബാല്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു അത്. സ്തോത്രം. ആമേൻ. അന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നോ ഒന്നും ഉണ്ടായിട്ടല്ല. അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അങ്ങനെ ഒരു വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സാധാരണ ഭവനം, രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ പോകുന്ന ഒരു സാധാരണ കുടുംബം. എന്റെ ഏത് കാര്യമുണ്ടെങ്കിലും ഞാനത് പോയി ഈ തനിയെ പോയി ദൈവത്തോട് പറയുക എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അത് ഇന്നും എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിക്കുവാൻ ഡൽഹിയിലെ നഴ്സിംഗ് പഠിക്കാൻ വന്നപ്പോൾ അവിടെ ഞാൻ ടെറസിൽ, എന്റെ ഹോസ്റ്റലിന്റെ ടെറസിൽ ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയിരുന്നാണ് ആമേൻ. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ഞാൻ ഇങ്ങനെ പറയും, എന്റെ ഒരു വ്യക്തിയോട് പറയും പോലെ ഞാനത് പറയും. ഗൾഫിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ അവിടെയും എനിക്ക് ടെറസായിരുന്നു സ്ഥലം. ഒരു ഏകാന്തതയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പറയുക എന്റെ ഒരു സ്വഭാവമായിരുന്നു. അമേരിക്കയിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്ത് നല്ല പാർക്കുണ്ട്. അവിടെ പോയാൽ സ്വസ്ഥമായി നമുക്ക് ദൈവവുമായി നമുക്ക് വളരെ ഏകാന്തതയിൽ സംസാരിക്കുവാനും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും പറ്റിയ സ്ഥലമായിരുന്നു അത്. എന്റെ ജീവിതത്തിന്റെ ഏത് സ്ഥലങ്ങളിലും ഏത് അനുഭവങ്ങളിലും ഞാൻ എവിടെയായിരുന്നാലും ആൾക്കൂട്ടത്തിന്റെ നടുവിലായിരുന്നാലും ഞാനും ദൈവവും മാത്രമുള്ള ഒരു അവസരം, ഒരു സാഹചര്യം അതെന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഇതെവിടെ നിന്ന് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല. അതെന്റെ ഓർമ്മയായ കാലം മുതൽ എന്റെ സ്വഭാവമായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ കപ്പയുടെ ഇടയിൽ പോയിരുന്നു കരയും. അപ്പൊ എന്റെ അമ്മ പറയുന്ന അല്പസമയം എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ അമ്മ പറയുന്നതാ അവള് കപ്പയുടെ ഇടയിൽ കരയാൻ പോയിരിക്കുവാണെന്ന്. അതെന്റെ ഒരു സ്വഭാവമായി തീർന്നു. അത് ഇന്നും
എന്നിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്തോത്രം ഒരു സ്വഭാവമാണ്. ആമേൻ. ദൈവത്തിന്റെ ഒത്തിരി അത്ഭുത പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ എന്റെ ചെറുപ്പം തൊട്ടേ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്തോത്രം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്തോത്രം ഞങ്ങളുടെ വീടിനടുക്കല് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുക്കല് ഒരു സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് എല്ലാ വർഷവും 3 ദിവസത്തെ കൺവെൻഷൻ നടക്കുന്ന പതിവുണ്ട്. അപ്പോൾ എന്റെ അമ്മ, ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഞങ്ങളെയും കൊണ്ട് കൺവെൻഷന് പോകുമ്പോൾ ഇന്നത്തെ കാലമല്ല, വർഷങ്ങൾക്ക് മുമ്പെയാണ്. അപ്പം ഈ അധികം വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാത്ത ഓലപ്പന്തലുകളുടെ കീഴില അന്ന് കൺവെൻഷൻ നടത്തുന്നത്. അപ്പൊ ഏതെങ്കിലും ട്യൂബ് ലൈറ്റ് വെട്ടമുള്ള സ്ഥലത്ത് അമ്മ ഞങ്ങളെയും കൊണ്ട് ഇരിക്കും. 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ 3 ദിവസത്തെ കൺവെൻഷനാണ്. 2ാമത്തെ ദിവസം അവിടെ കടന്നു വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഉപദേശിയാണ്. അദ്ദേഹം ഓൾട്ടർ കോൾ വിളിച്ചു. ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിന് ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിന്റെ അടുക്കിലോട്ട് വരാൻ പറഞ്ഞു. എനിക്ക് വളരെ ആഗ്രഹം, എന്റെ ഹൃദയത്തിൽ ഭയങ്കര നിറഞ്ഞു കവിയുന്ന അങ്ങ് കർത്താവിനെ സ്വീകരിച്ച് എടുക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ഉണ്ടായി. പക്ഷേ അമ്മയുടെ അടുക്കൽ നിന്ന് മുന്നോട്ട് പോകുവാനോ അങ്ങനെ ചെയ്യുവാനോ ഒന്നും അനുവദിക്കുകയില്ല. അതിനുള്ള ധൈര്യവും എനിക്കുണ്ടായില്ല. പക്ഷെ അന്ന് രാത്രി തിരിച്ചു വന്ന് രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ആലോചിച്ചു, എങ്ങനെ എനിക്ക് നാളെ ഒരു ദിവസം കൂടെ കൺവെൻഷനുള്ളൂ, എങ്ങനെ എനിക്ക് പോകാൻ പറ്റും? പിറ്റേ ദിവസവും വിളിക്കുവാണെങ്കിൽ പോകണമല്ലോ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കും. പകല് മുഴുവൻ സ്കൂളിൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു എന്റെ ചിന്ത. പിറ്റേ ദിവസം കൺവെൻഷന് രാത്രി കടന്നു പോയപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ആ സ്റ്റേജിന്റെ അടുക്കൽ ഇരുന്നോട്ടെ, അമ്മയ്ക്ക് കാണത്തക്ക ദൂരത്തിൽ ഞാൻ സ്റ്റേജിന്റെ അടുക്കൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അമ്മ എന്തുകൊണ്ടോ അനുവദിച്ചു തന്നു. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അന്ന് അനുവദിച്ചു തന്നു. ഞാൻ സ്റ്റേജിന്റെ അടുക്കൽ പോയി ഒരു തൂണിന്റെ മറവിലിടുന്നു. എന്റെ ഹൃദയത്തിൽ ഏക ചിന്തയായിരുന്നു, എപ്പോൾ ഓൾട്ടർ കോൾ വിളിക്കും, എപ്പോൾ ഇത് ചോദിക്കുമെന്നുള്ള ഒരു ചിന്ത മാത്രം. ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഓൾട്ടർ കോൾ വിളിച്ചപ്പോഴേ സ്തോത്രം, കർത്താവിന്റെ ദാസൻ അന്നും ഹൃദയം കർത്താവിന് കൊടുക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് നിന്നു. നിന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടിയും, ഞാനൊരു കൊച്ചായിരുന്നിട്ടും എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും പോവുകയും ചെയ്തു. അന്ന് ഒരു വലിയ സമാധാനം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ആരോടും ഇതൊന്നും പറഞ്ഞില്ല. വീട്ടിൽ മടങ്ങി വന്നു. സ്തോത്രം. എന്നാൽ അതിനൊന്നും വലിയ കണ്ടിന്യൂഷൻ ഒന്നും ഇല്ലാതെ പിന്നെയും ഞാൻ മർത്തോമ സഭയിൽ അങ്ങനെ തന്നെ പോയി. കാരണം ഇതിനൊന്നും ഒരു പിന്തുടർച്ച അന്നൊന്നും അറിയത്തുമില്ലായിരുന്നു, ചെയ്തതുമില്ല. അത് അങ്ങനെ കടന്നുപോയി. സ്തോത്രം. എന്റെ സ്കൂൾ ജീവിതം അങ്ങനെ മുന്നോട്ട് കടന്നു വന്നു. ഞാനൊരു പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ലഭിക്കുമെങ്കിലും ഞാൻ ഇതിന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ എന്റെ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ അവരുടെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. സ്തോത്രം. ഞാൻ ഇംഗ്ലീഷിന് ആവറേജ് എനിക്ക് മാർക്ക് കിട്ടും. കണക്കിന് ഞാൻ എന്നും തോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 50ൽ 10 കൂടുതൽ എനിക്ക് കണക്കിന് മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴെന്റെ സഹോദരങ്ങളൊക്കെ, നമുക്ക് കുഞ്ഞുങ്ങളോ തങ്ങളിൽ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ എന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നത് 50-10 എന്നായിരുന്നു. സ്തോത്രം. അതിൽ കൂടുതൽ എനിക്ക് കണക്കിന് ലഭിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുള്ള വിഷയമാണ്. എത്ര ശ്രമിച്ചിട്ട് എങ്ങനെ നോക്കിയിട്ട് ഞാൻ കണക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ എന്റെ സാറും എന്റെ ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്റെ അമ്മയോട് പറഞ്ഞു, ഈ കൊച്ച് എല്ലാത്തിനും ജയിക്കും, പക്ഷേ കണക്കിന് തോറ്റുപോയാല് SLC പാസ്സാകാൻ ഒക്കത്തില്ല. അന്നത്തെ കാലത്ത് SLC ആണല്ലോ വലിയൊരു കടമ്പ. അതുകൊണ്ട് എവിടെയെങ്കിലും കണക്കിന് ട്യൂഷന് വിടണമെന്ന് എന്റെ അമ്മ എന്നെ കൊണ്ടുവന്ന് ഒരു സാറിന്റെ അടുക്കൽ കണക്കിന് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് ട്യൂഷനാക്കി. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സാർ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു, ഈ കൊച്ചിനെ കണക്ക് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. ഞാൻ വളരെ കരഞ്ഞു. അന്നും കപ്പയുടെയും പറമ്പിലും കരയുന്ന സ്വഭാവം മാത്രമാണ് എനിക്ക്. ഞാൻ വളരെ കരഞ്ഞു. 10ാം ക്ലാസ് ജയിച്ചില്ല എങ്കിൽ എങ്ങനെ ഒരു ജോലി ലഭിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? അതെന്റെ ജീവിതത്തിൽ എനിക്കതൊരു വലിയ ഭാരമായിരുന്നു. ഞാൻ നടക്കുമ്പോഴും പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഇത് തന്നെയായിരുന്നു എന്റെ ചിന്ത. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ 1974 74 SLC എക്സാം എഴുതിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ വരും, കേരള യൂണിവേഴ്സിറ്റിയുടെ കണക്കിന്റെ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ മാറിപ്പോയത് വർഷമായി
കണക്കായിരുന്നു അത്. കണക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റും സെക്കൻഡും മാറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കേരള യൂണിവേഴ്സിറ്റി വളരെ ബുദ്ധിമുട്ട്, വളരെ പ്രയാസം, വളരെ അതിൽ ആർഗ്യുമെന്റ്സ് നടന്ന സ്തോത്രം ഒരു കാലമായിരുന്നു 74-ലെ ആ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ. എന്നാൽ എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ ഒരുത്തി മുഖാന്തരം ആ ദൈവം ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയതെന്ന്. സ്തോത്രം. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 10ാം ക്ലാസ്സിന്റെ കണക്കിന്റെ പേപ്പർ രാവിലത്തെയും വൈകിട്ടിലത്തെയും ഫസ്റ്റ് സെക്കൻഡും ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയത് കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി അവസാനം ഒരു തീരുമാനമെടുത്തു. എല്ലാ വിഷയങ്ങൾക്കും ജയിക്കുന്ന കൊച്ചിനെ 10ാം ക്ലാസ് തോപ്പിക്കത്തില്ല, അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്ത് 10ാം ക്ലാസ് ജയിക്കുമെന്ന്. അങ്ങനെ 100-ൽ 35 മാത്രം ഗ്രേസ് മാർക്ക് മേടിച്ച് ഞാൻ എന്റെ 10ാം ക്ലാസ് പാസ്സായി. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഇവിടെ പറയുന്നത് സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്തോത്രം പലപ്പോഴും ചിലതിലൊക്കെ പുറകോട്ടായി പോകുമ്പോൾ അവരെ ഓർത്ത് അവരുടെ വിഷയങ്ങൾ അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം നാം പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്താല് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിട്ട് എന്റെ ജീവിതത്തിൽ അനേക തവണ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ആമേൻ നമ്മെ കരുതുന്ന, തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ആ വലിയ ദൈവം. ആമേൻ. സ്തോത്രം. ഞാൻ തോറ്റു പോകുവാൻ അനുവദിക്കാതെ 10ാം ക്ലാസ് അങ്ങനെ പാസ്സായി. പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ ഞാൻ അന്ന് പ്രീ ഡിഗ്രി ആണുള്ളത്. പ്രീ ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, ഫിസിക്സ് ഒക്കെ. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനിടയായി തീർന്നു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു എഴുത്തുകാരിയാകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിന്റെ ബന്ധപ്പാടുകളുടെയും ആവശ്യങ്ങളുടെയും നടുവിൽ സ്തോത്രം എന്നെ നഴ്സിംഗ് പഠിക്കുവാനായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് കടന്നു വന്നു. സ്തോത്രം. നഴ്സിംഗ് പഠിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ വർഷം കഴിഞ്ഞു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ വർഷം കഴിഞ്ഞു. അഡ്മിഷൻ ലഭിച്ചത് തന്നെ അവിടെയും ഒരു അത്ഭുതം, അവിടെയും പല കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയാലാണ് എനിക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ രണ്ടാമത്തെ വർഷമായപ്പോഴേ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, സ്തോത്രം, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അവിടെ നമ്മള് സ്തോത്രം വീടുകളിൽ പോയി നമ്മുടെ ട്യൂട്ടറും പബ്ലിക് ഹെൽത്ത് ട്യൂട്ടറുമായി വീടുകളിലൊക്കെ നടന്നു ചെന്ന് ഹെൽത്ത് ടീച്ചിങ് കൊടുക്കുന്ന, ആരോഗ്യ കാര്യങ്ങളെ വീടുകളിൽ സംസാരിച്ച് അവരെ അതേ ബോധവൽക്കരണം നടത്തുന്ന സ്തോത്രം ഒരു സെക്കൻഡ് ഇയർ ഉണ്ട്. സെക്കൻഡ് ഇയറിലെ ഒരു സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഡൽഹിയിലെ ജൂൺ ജൂലൈയിൽ എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയ സമയമാണ്. ആ സമയത്ത് അങ്ങനെ നടന്നു പോയി വീടുകളിൽ കയറി നമ്മുടെ കൂടെ 3-4 കുട്ടികൾ കാണും, ചിലപ്പം ട്യൂട്ടർ കാണും, അവരെല്ലാവരും പോകുന്നത്. അങ്ങനെ പോയി അവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ട് വരിക എന്നുള്ളത് നമ്മളെ ആ നഴ്സിംഗിന്റെ ഒരു ഭാഗമായിരുന്നു അന്ന്. അങ്ങനെ പോയി 1 ദിവസം പോയി, 2 ദിവസം പോയി. മൂന്നാമത്തെ ദിവസം ആയപ്പോഴും എന്റെ വലത് കാലിന്റെ സ്തോത്രം താഴത്തെ ജോയിന്റിന് ഒരു വേദന. ഞാൻ എപ്പോഴും എന്റെ സിസ്റ്റർ ട്യൂട്ടറിനോട് ചോദിച്ചു, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഞാനങ്ങ് തിരിച്ചു പൊക്കോട്ടെ. എന്നാ ശരി, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അന്ന് വിട്ടു. രണ്ടാമത്തെ ദിവസം അല്പസമയം നടന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസം തോന്നിയപ്പോൾ രണ്ടാമത്തെ ദിവസം എന്റെ ട്യൂട്ടർ പറഞ്ഞു, നീ ഇന്ന് പോകുമ്പോൾ ഒരു ഡോക്ടറെ അടുക്ക ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറെ അടുക്കുന്ന ഒരു പേപ്പർ മേടിച്ചു വെക്കണം. ഇപ്പം അങ്ങനെ ഞാൻ നിനക്ക് അവധി എല്ലാ ദിവസവും തന്നാല് മറ്റുള്ളവരത് കംപ്ലൈന്റ് ചെയ്യുമെന്ന്. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ അറിയുന്ന ഒരു ഡോക്ടറെ അടുക്ക ചെന്നിട്ട് ആ ഡോക്ടർ അവളോട് ഞാൻ പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറാണ്, അത് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കാലിലൊരു ചെറിയ വേദനയുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഈ വെയിലത്ത് നടക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് നീ എനിക്കൊരു 2 ദിവസത്തെ സിക്ക് ലീവ് എഴുതി തരണം, ഞാൻ പോകുന്നില്ല. അപ്പൊ അവള് എന്റെ ജോയിൻസിലൊന്ന് എന്റെ കാലിന്റെയും കൈയുടെയും ജോയിൻസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വേദനയുള്ളെന്ന് നമുക്ക് മനസ്സിലായി. അവള് പറഞ്ഞു, നീ ചെറുപ്പമാണല്ലോ, ഇനി നീ ഒന്ന് അഡ്മിറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയാം, 2 ദിവസം നീ ഒന്ന് അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ സന്തോഷത്തില് ഞാൻ വിചാരിച്ചു, 2 ദിവസം സിക്ക് റൂമിൽ അങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്ക് AC കൂളറൊക്കെ കിട്ടും, അതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല സ്പെഷ്യൽ ഫുഡ് കിട്ടും, നമ്മുടെ കൂടെ ഒരു സ്റ്റുഡന്റിനെ കൂടെ നിർത്തും, അപ്പൊ എന്റെ കൂടെ വന്ന കുട്ടിക്കും സന്തോഷമായി, നമുക്ക് 2 പേർ കൂടെ അവിടെ 2-3 ദിവസം കിടക്കാൻ, നീ ഒന്ന് അഡ്മിറ്റ് ആകുന്ന ഉള്ള സന്തോഷത്തിൽ അങ്ങനെ
അഡ്മിറ്റായി. വളരെ സന്തോഷത്തോടെയാണ് സിക്ക് റൂമിലേക്ക് അഡ്മിറ്റ് ആകുവാൻ കടന്നുപോയത്. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഞാൻ അവിടെ അഡ്മിറ്റായി 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 6 മാസം ഞാൻ ആ ബെഡിൽ കിടക്കേണ്ടി വന്നു. എന്റെ ജോയിന്റുകള്, കാല്, കയ്യ്, വലതുവശം കംപ്ലീറ്റ്ലി തളർന്ന് പതുക്കെ ഒരു വശം താഴെ കാല് തൊട്ട് കംപ്ലീറ്റ്ലി കൈയൊക്കെ തളർന്ന് കൈ ഇങ്ങനെ ഈ ചുരുണ്ട് ഒരു സൈഡ് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ചുരുണ്ട് കൈക്ക് ബലമില്ലാതെയായി. ഇടത്തെ കൈ കൊണ്ട് താങ്ങി ഈ കൈ വെക്കേണ്ടി വന്നു. പരസഹായം കൂടാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെയായി. അതുപോലെ തന്നെ അതിനോടൊപ്പം എന്റെ തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞു, ദേഹം മുഴുവൻ നീരായി. എന്നെ പല ഹോസ്പിറ്റലുകളില് 6 മാസത്തോളം ഞാൻ ആ ബെഡ് റിഡൺ ആയിട്ട് സ്ലോലി അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ട് എന്റെ ഇടതുവശത്തേക്കും അത് വ്യാപിക്കാൻ തുടങ്ങി. ഞാനൊരു പൂർണ്ണമായി ഒരു തളർന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ എന്റെ രക്തത്തിന്റെ അളവ് വളരെ കുറഞ്ഞു പോയത് കൊണ്ട് കുറയുന്നു, മുടി കൊഴിയുന്നു, ദേഹം മുഴുവൻ നീരായി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പല ഹോസ്പിറ്റലുകളിൽ എന്നെ അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന നല്ല ഹോസ്പിറ്റലുകളൊക്കെ ആയിരുന്നു. ഇർവിങ്, പന്ത് ഹോസ്പിറ്റല്, കാർഡിയാക്ക്, അങ്ങനെ ഹൃദയത്തിന്റെ ഡോക്ടർ, അങ്ങനെയൊക്കെയുള്ള പലയിടത്ത് കൊണ്ടുപോയി എന്നെ അവർ കാണിച്ചു. അവിടെ ഒന്നും എന്ത് അസുഖവും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോഴേ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന നേഴ്സിംഗ് സൂപ്രണ്ട് ഒരു മലയാളിയായിരുന്നു. ആ മലയാളി നേഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ ഒരു കൊച്ച് നോർത്ത് ഇന്ത്യ കിടന്ന് മരിച്ചു പോയാല് അത് വലിയ വിഷയമായി തീരും, നമുക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകും, ഈ കൊച്ചിനെ നാട്ടിൽ വിടണമെന്ന് പറഞ്ഞ് അവരെന്റെ നഴ്സിംഗിന്റെ 2ാമത്തെ വർഷം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുവാനുണ്ടായിരുന്ന ഒരു കുടുംബത്തെ കൂട്ടി എന്നെ നാട്ടിലേക്ക് അവര് വളരെ ബുദ്ധിമുട്ടി അവര് ട്രെയിനിൽ ട്രെയിനില് അവരെന്നെ കയറ്റി നാട്ടിലേക്ക് വിട്ടു. അത് നാട്ടിലേക്ക് വിടുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ അതുവരെ ഉണ്ടായിരുന്ന എന്റെ മെഡിക്കൽ കാര്യങ്ങൾ വെച്ച് ഞാൻ ജീവിക്കയില്ല, മരിച്ചു പോകും എന്നുള്ള ഒരു തീരുമാനത്തോടെ അത് അവർ പറഞ്ഞ് അങ്ങനെയാണ് എന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. നാട്ടിൽ ചെന്ന് സമാധാനത്തോടെ പേരൻസിന്റെ അടുക്കല് മാതാപിതാക്കളോടൊക്കെ കുടുംബത്തോടും ചേർന്ന് മരിക്കട്ടെ, ഇവിടെ കിടന്ന് മരിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞാണ് ഒരു കുടുംബത്തെ കൂട്ടിയേപ്പിച്ച് എന്നെ നാട്ടിലേക്ക് വിട്ടത്. ട്രെയിനിൽ വെച്ച് ഞാൻ എന്റെ അയൽവീട്ടിലുള്ള ഒരു ബ്രദറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, അയ്യോ നിന്നെ കണ്ട തിരിച്ചറിയത്തില്ലല്ലോ, 2 വർഷം മുമ്പ് കണ്ട ആളാണെന്ന് പറയത്തില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നിയത് അയ്യോ ഞാൻ അത്രയും മാറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അവര് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്റെ വീട് കുണ്ട്രയാണ്. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവരെന്നെ ഈ ഫാമിലി എടുത്ത് എന്നെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് അവർക്ക് തിരുവനന്തപുരത്തിന് പോകാണ്ടതായതുകൊണ്ട് അവര് ട്രെയിനിൽ കയറി വേഗത്തിൽ പോയി. എന്റെ വീട്ടിലേക്ക് ടെലഗ്രാം ചെയ്തിരുന്നതുകൊണ്ട് എന്റെ പിതാവ് എന്നെ കൊല്ലത്ത് റിസീവ് ചെയ്യാനായിട്ട് വന്നു. എന്റെ മുന്നിൽ കൂടെ എന്റെ പിതാവ് മുന്നോട്ടും പുറകോട്ടും ഓടി നടന്ന് എന്നെ നോക്കുകയാണ്. ട്രെയിൻ വിട്ടു പോയി, എന്നെ കാണുന്നില്ല എന്നുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്റെ പിതാവിനെ വിളിച്ചു. അപ്പച്ചാന്ന് വിളിച്ചപ്പോഴാണ് എന്റെ മുന്നിൽ തന്നെ നിപ്പുണ്ട്, പക്ഷെ എന്നെ കണ്ടാൽ തിരിച്ചറിയാതെ വണ്ണം ഞാൻ ആള് മാറിപ്പോയി, മുടിയെല്ലാം കൊഴിഞ്ഞ് ദേഹം മുഴുവൻ നീരായി. ഞാനൊരു ഒരു വല്ലാത്ത സ്റ്റേജിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്നു. അവിടെ നിന്ന് എന്റെ പിതാവ് വാവിട്ട് കരഞ്ഞുപോയി. അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്ന് കാറിലെടുത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട് ഒരു മരണ വീടിന് തുല്യമായി തീർന്നു. സ്തോത്രം. അങ്ങനെ പിന്നെ വേഗത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലേക്കായി അങ്ങനെ പല ആലോചനകൾ വന്നെങ്കിലും അവിടെ തീരുമാനമെടുത്തത് അന്ന് എന്റെ ഭവനത്തിൽ എന്റെ വല്യപ്പച്ചനും എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത് റാന്നിയിലുള്ള ഒരു വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാം. അദ്ദേഹം കുറെ നല്ലതാണെന്ന് കേട്ടറിഞ്ഞ് അനുഭവമുള്ളവർ പറഞ്ഞത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് റാന്നിയിൽ എത്തണമെങ്കിൽ അത് നല്ല ദൂരമുണ്ട്. എന്നിട്ടും എന്റെ മാതാപിതാക്കളും ചേർന്ന് എന്നെ കാറിൽ കിടത്തി റാന്നിയില് ആ വൈദ്യന്റെ അടുക്കല് കൊണ്ടുചെന്നു മരുന്ന് മരുന്നിന് ആയുർവേദ മരുന്ന് ലഭിക്കേണ്ടതിന്. അവിടെ കൊണ്ടുചെന്നപ്പോഴേ അദ്ദേഹത്തിന്റെ വീട്, ഞാൻ മറ്റുള്ളവരുടെ പേരുകൾ പറയാതിരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വീട് ഉയർന്ന ഒരു പൊക്കത്തിൽ ഒരു സ്ഥലത്തായിരുന്നു. എന്നെ എടുത്ത് മേളി വരെ കൊണ്ടു ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്നെ 2-3 സ്റ്റെപ്പുകൾ പടികൾ കയറി ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടപ്പോൾ അദ്ദേഹം മേളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈ കൊച്ചു മരിച്ചു പോകത്തേ ഉള്ളൂ, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അതിന് മരുന്ന് വലിക്കത്തില്ല എന്ന് പറഞ്ഞു.
അപ്പൊ എന്റെ ഇപ്പാപ്പനും എന്റെ അപ്പച്ചന്റെ അനിയനും എന്റെ അമ്മയും എന്റെ പിതാവും കൂടെ അവിടെ തന്നെ നിന്നിട്ട് എന്റെ അമ്മ കയറി ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് വരുന്നവരാ, എന്തെങ്കിലും ഒരു മരുന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ രാവിലെ തൊട്ട് ഈ കൊച്ചിനെയും കൊണ്ട്, ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് ഒരു മരുന്ന് മേടിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മരുന്ന് തരാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. കാരണം എനിക്ക് മരുന്ന് ഫലിക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം വന്നതുകൊണ്ട്, ഈ കൊച്ചൊത്തിരി മരുന്ന് ചെയ്തതല്ലേ, ഇതിന് മരുന്ന് ഫലിക്കത്തില്ല, ഇത് മരിച്ചു പോകത്തേ ഉള്ളൂ, ഇതിനെ തിരിച്ചു കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് എന്റെ അമ്മയുടെ നിർബന്ധത്തിന് ഒരു കഷായവും ഒക്കെ എഴുതി മേടിച്ച് കുറിപ്പടിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ നിരാശയും ഭാരവും ഒക്കെ എന്റെ വീട്ടില് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നെ കട്ടില് കൊണ്ടുവന്ന് കിടത്തി. ഞാൻ അപ്പോഴത്തേക്ക് എന്റെ രക്തത്തിന്റെ അളവ് പിന്നെയും വളരെ കുറഞ്ഞതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രമാത്രം വെളുത്ത് എനിക്ക് ദേഹം മുഴുവൻ നീരുമായ ഒരനുഭവത്തില് ഞാൻ ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. പെട്ടെന്ന് എന്റെ വീട്ടിലെ കഷായം ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൃതിയിൽ എല്ലാവരും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ ഇതിനൊക്കെ വേണ്ടി വന്നു. 3-4 ദിവസത്തിനകം കഷായമൊക്കെ റെഡിയായി. ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് കഷായം തന്നു. ഇങ്ങനെയൊക്കെ. പക്ഷെ മരണത്തോടുള്ള ആ അടുത്തിരിക്കുന്നു എന്നുള്ളത് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും അത് മനസ്സിലാക്കാൻ വീട്ടിലുള്ളവർക്കും അറിയാം. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ ഒരു സംഭവം, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ സിസ്റ്റർ, എന്നെക്കാൾ മൂത്ത്, എനിക്കാകെ ഒരു സിസ്റ്ററാണുള്ളത്. എന്റെ സിസ്റ്ററിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭമായിരുന്നു ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് എത്തുന്നത്, ഇങ്ങനെ സുഖമില്ലാതെ എത്തുന്നത്. അപ്പോഴേ എന്റെ മാതാവും പിതാവും രാത്രിയില് ഞങ്ങളെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് മാതാവും പിതാവും കൂടെ ഇങ്ങനെ സംസാരിക്കുക പതിവുണ്ട്. അന്നത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവര് തങ്ങളിൽ ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവർ ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ അന്ന് അവരിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയുടെ നേരെ എതിർവശത്തുള്ള ഒരു മുറിയിൽ ഇരുന്നാണ് ഇവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് എനിക്ക് കേൾക്കാം, അവരെ എനിക്ക് കതകിന്റെ വിടവിൽ കൂടെ കാണുകയും ചെയ്യാം. അങ്ങനെയാണ് കിടക്കുന്നത്, അങ്ങനെയാണ് ആ മുറിയുടെ സ്ഥിതി. സ്തോത്രം. എല്ലാ ദിവസവും അവർ സംസാരിക്കും പല കാര്യങ്ങൾ. അങ്ങനെ അന്ന് സംസാരിച്ചത് എന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളായിരുന്നു. അപ്പം നല്ല ഒരു കല്യാണം ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു ഒത്തുവന്നു, എല്ലാമായി. പക്ഷേ ഒരു കാര്യം, അവർക്ക് വലിയ ഒരു സ്ത്രീധന തുകയാണ് ആവശ്യം അവർ ചോദിച്ചു. അപ്പൊ ആ സ്ത്രീധനം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി പോരായിരുന്നു. അപ്പൊ ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മൂത്ത അവളെ അങ്ങനെ കെട്ടിച്ചു വിട്ടാല് നമ്മൾ പിന്നെ എന്തോ ചെയ്യും, അതിന് ബുദ്ധിമുട്ടല്ലേ, നമുക്കത് വേണ്ടെന്ന് വെക്കാമെന്ന്. ഉടനെ എന്റെ പിതാവ് പറഞ്ഞു, ആകെ ഞങ്ങൾ 2 പെൺപിള്ളേരാ, ആകെ ഒരാളുടെ കല്യാണമില്ലേ ഉള്ളൂ, അത് നന്നായി കഴിഞ്ഞു പോയാൽ അവളുടെ കാര്യമാകുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ കിടന്നുണ്ട്. അപ്പം എന്റെ അമ്മ പറഞ്ഞു, അങ്ങനെ ആയാലേ നീ 2ാമത്തെ ആളുടെ കാര്യം വരുമ്പോ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു, അത് ജീവിക്കത്തൊന്നുമില്ല, അതങ്ങ് മരിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിന് എത്ര കാലം കൂടി ഇങ്ങനെ കിടക്കുമോ അതും അറിയത്തില്ല, നമ്മൾ എങ്ങനെ ഇവരോട് ഇക്കാര്യം പറയും എന്ന് എന്റെ പിതാവ് പറഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാന് ഡൽഹി തൊട്ട് പലരുടെ വായിൽ നിന്നും, പല ഡോക്ടേഴ്സിന്റെ വായിൽ നിന്നും, എന്റെ നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ വായിൽ നിന്നും, എല്ലാവരുടെ വായിൽ നിന്നും ഞാന് മരിക്കുവാൻ വേണ്ടി കിടക്കുകയാണ്, മരണം എന്ന വാക്ക് കൂടെ കേട്ട് ഞാൻ അതിൽ കേട്ടുകൊണ്ട് വന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിലും മരിക്കുന്നതിന് എനിക്കന്ന് ഭയമില്ലായിരുന്നു. കാരണം ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്ന് അറിയാം, പിന്നെ എന്തിനു ഭാരപ്പെടുന്നു, എപ്പോഴായാലും എന്താ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. എന്നാൽ അന്നത്തെ രാത്രി എന്റെ ജീവിതത്തിൽ എന്റെ പിതാവ് മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എത്ര നാളുകൂടെ ഇങ്ങനെ കിടക്കും എന്ന് ഉള്ള ഒരു ഭാരത്തിന്റെ വാക്കുകൾ എന്റെ പിതാവിൽ നിന്ന് കേട്ടപ്പോൾ അതെന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു. അതെനിക്ക് ഏറ്റെടുക്കുവാൻ ബുദ്ധിമുട്ടായി, അതെനിക്ക് സഹിക്കുവാൻ പറ്റാതെയായി. ആ നിമിഷം ഞാൻ വിചാരിച്ചു, എനിക്ക് ഈ നിമിഷം മരിക്കണം. എങ്ങനെ മരിക്കും? ഞാൻ കിടക്കുന്നിടത്തുനിന്ന് നീങ്ങുവാനോ അനങ്ങുവാനോ എനിക്ക് കഴിയുകയില്ല. എനിക്ക് മരിക്കണം, ഇത് മാത്രമായി എന്റെ വിചാരം. പിന്നീട് അവർ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ എഴുന്നേറ്റ് സ്വയം മരിക്കാൻ
ജീവിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇനി എനിക്കൊരു ദിവസം ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത എന്നെ വളരെ ഭാരപ്പെടുത്തി, തന്നെ വല്ലാതെ എന്നെ സ്തോത്രം ബുദ്ധിമുട്ടിച്ചു. എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ ബന്ധപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഞാന് സ്തോത്രം നിലത്തേക്ക് അങ്ങ് വീണപ്പോൾ വീണത് മുട്ടു മടങ്ങിയാണ് ഞാൻ വീണത്. എഴുന്നേൽക്കാൻ കട്ടിലിൽ നിന്ന് നീങ്ങി വന്നതാണ് എഴുന്നേൽക്കാൻ, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീണപ്പോൾ അത് മുട്ടയിലായിരുന്നു വീണത്. അവിടെ ഇരുന്ന് ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ എന്റെ ജീവിതത്തിൽ അത്രയും കരഞ്ഞ 2 സന്ദർഭങ്ങളുണ്ട്, എങ്കിലും അതൊരു സന്ദർഭമായിരുന്നു. ഞാൻ ഒരു വാക്ക് മാത്രമേ ഞാൻ ദൈവത്തോട് പറഞ്ഞുള്ളൂ, കർത്താവേ, എനിക്കങ്ങനെ വലിയ വിശ്വാസമോ ഒന്നും ഉള്ളതായിട്ട് പറയുകയല്ല, എനിക്ക് സൗഖ്യമോ അല്ലെങ്കിൽ വിടുതലോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിക്കണം, എനിക്കിനി ആരെയും കാണണ്ട, എനിക്ക് സ്വയം മരിക്കാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ കുടുംബത്തിനൊരു ഭാരമായെന്നുള്ള ആ ഒരു വലിയ ചിന്ത എന്നെ അന്ന് ഭരിച്ചത് കൊണ്ട് എനിക്ക് ആ നിമിഷം മരിക്കണം എന്ന് മാത്രം ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് എത്ര മണിക്കൂറുകൾ കടന്നുപോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അനേകം മണിക്കൂറുകൾ കഴിഞ്ഞു പോയെന്ന് എനിക്ക് പിന്നത്തേതിൽ മനസ്സിലായി. സ്തോത്രം. അങ്ങനെ എന്റെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വീണപ്പോൾ മുഴങ്കാലിലായതുകൊണ്ട് എന്റെ കൈ നോക്കത്തിൽ ഈ കൈ കൊണ്ട് കട്ടിലെ താങ്ങിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കരഞ്ഞ് ഞാൻ ഒത്തിരി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്റെ മുറിയില് ഒരു പ്രകാശം, ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എന്റെ ഇടയ്ക്കൊക്കെ ഞാൻ രാത്രിയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ അമ്മ വന്ന് വിളക്കം കൊണ്ട് വന്ന് ടോർച്ചും കൊണ്ടോ വന്ന് എന്നെ ഇങ്ങനെ അതുകൊണ്ട് നോക്കുമ്പോൾ എന്റെ നെറ്റിയിലും എന്റെ കയ്യിലും ഒക്കെ തൊട്ട് നോക്കും. മരിച്ചോ അങ്ങനെ വല്ലതുമാണോ നോക്കുന്നത്, എന്താ നോക്കുന്നതെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ എന്റെ അമ്മ കടന്നു വന്നതായിരിക്കും വിളക്കും കൊണ്ടെന്ന് പ്രകാശം, എന്റെ മുറിയിൽ വന്ന പ്രകാശം അതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് കണ്ണടച്ചിരിക്കുവാണെങ്കിലും മുറിയിൽ പ്രകാശം വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. എന്റെ തല ഞാൻ കുനിച്ചു വെച്ചു. ഞാൻ കരയുന്നത് അമ്മ കാണണ്ട എന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്തോത്രം, എന്റെ തലയുടെ ഉച്ചിയുടെ ഈ ഭാഗത്ത് നിന്ന് ഒരു കൈയുടെ മുഴുവൻ കൈയല്ല, കൈപ്പത്തിയുടെ ഈ ഭാഗം മാത്രം എന്റെ ഇവിടെ തലയുടെ ഉച്ചി മുതൽ ഇങ്ങനെ തടവി ഷോൾഡറെ കൂടി കൈയുടെ ഭാഗത്തൂടെ കാലിന്റെ പാദം വരെ, എന്റെ ആ വയ്യാത്ത ഭാഗം വരെ, പാദത്തിന്റെ അറ്റം വരെ ആ കൈയുടെ സ്പർശനം ഇങ്ങനെ പോയി. ഞാൻ വിചാരിച്ചു, അമ്മ എന്താ ഇന്ന് പതിവില്ലാതെ എന്റെ തല തൊട്ട് കാല് വരെ തടവുന്നതെന്ന്. അപ്പോഴും ആ പ്രകാശവും ആ ടച്ചുമല്ല, ഇന്നും എന്റെ ജീവിതത്തിൽ എന്റെ തലയുടെ ആ മിഡിൽ ഭാഗത്ത് ടച്ച് ചെയ്ത കൈയുടെ ആ സ്പർശനം ഇന്നും അതെന്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ആമേൻ. അങ്ങനെ ഞാൻ കരുതി എന്റെ അമ്മ എന്നെ കാണരുത്, കരഞ്ഞതെന്ന് കരുതി ഞാൻ തല താഴ്ത്തിയിരുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടും അമ്മ എന്താ സംസാരിക്കാത്തത്, ഇത്രയും തടവിയിട്ടും ഒന്നും ചോദിക്കാത്തത് എന്താ എന്ന് കരുതി ഞാൻ പതുക്കെ തല പൊക്കി ഇങ്ങനെ ചരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ മുറിയിൽ നിന്ന് ആ പ്രകാശം വിട്ടുപോയി. ആരുമില്ല. പഴയതുപോലെ ആ ചെറിയ ഇരുളില് ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ ഓർത്തു, ഇത് ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കാണാം വേഗത്തിൽ എന്റെ അമ്മ അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്റെ മുറിയിൽ കൂടെ കയറി ക്രോസ് ചെയ്ത് അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയോ, നേരം വെളുത്തല്ലോ, ഇതുവരെയും ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന്. കാരണം എനിക്ക് തരുന്ന കഷായത്തിന്റെ അടുപ്പിലെ തീ കെട്ടുപോകാൻ പാടില്ല, അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എനിക്ക് കഷായം തരണം. അതുകൊണ്ട് അമ്മ ഓടി അടുക്കളയിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അമ്മയല്ല തൊട്ടതെന്ന്. പിന്നെ ആരാണെന്നറിയില്ല. ഞാൻ എന്റെ പ്രിയമുള്ളവരെ, അതുവരെ ഞാനൊരു അനുഭവ സാക്ഷ്യമോ അല്ലെ കർത്താവ് അങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിടുതലിന്റെ സാക്ഷ്യമോ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. എനിക്കിതൊന്നും അറിയില്ല. ഓർക്കണം, 1979 സംഭവമാണിത്. ആ സമയത്ത് ഞങ്ങളുടെ വീടിനടുക്കലൊക്കെ വിശ്വാസികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആരുടെയും ഒരു അനുഭവ സാക്ഷ്യം കേട്ട അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്ന്. സ്തോത്രം. അവിടെ നിന്ന് ഞാൻ പതുക്കെ ബുദ്ധിമുട്ടി തിരിച്ച് കട്ടിലെ വലിഞ്ഞ് കയറി ഞാൻ അവിടെ കിടന്നു. എനിക്ക് അമ്മ ഞാൻ അന്നേരം അവിടെ കിടന്നുകൊണ്ട് തീരുമാനിച്ചു, സ്തോത്രം,
എന്തായാലും എനിക്ക് മരിക്കണം. ഇനി ഞാൻ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇനി എനിക്ക് ഒരു മരുന്നും വേണ്ട. ഇനി ഒരു കഷായവും കുടിക്കുന്നില്ല. വേഗത്തിൽ ഞാൻ മരിക്കട്ടെ. നേരം വെളുക്കുകയും ചെയ്തു. എനിക്ക് മരിക്കുവാനും കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. സ്തോത്രം. രാവിലെ കാലം, ഞാൻ ചുരുക്കി പറയട്ടെ, രാവിലെ കാലം എന്റെ സഹോദരനാണ് വന്ന് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. വീട്ടിനകത്തല്ല ബാത്റൂം, പുറത്തായതുകൊണ്ട് അവന് രണ്ടുപേര് സഹായിച്ചാണ് എന്നെ അങ്ങനെ കൊണ്ടുപോകുന്നത്. അന്ന് അവൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആരുടെ സഹായം വേണ്ട, എന്നെ ആരും പിടിക്കണ്ടെന്ന്. എനിക്ക് എന്റെ ആഗ്രഹം ഇതാണ്, ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീണങ്ങ് മരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ സ്തോത്രം കട്ടിലേന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് എഴുന്നേക്കുവാൻ ശ്രമിച്ചു. എഴുന്നേറ്റ് ഞാൻ വീണിട്ട് ആരും എന്നെ തൊടുവാനോ ആരും എന്നെ പിടിക്കുവാനോ ആരും എന്റെ അടുക്കലേക്ക് വരുവാനോ ഒന്നും ഞാൻ അനുവദിച്ചില്ല. അങ്ങനെ വലിഞ്ഞ് ഞാൻ വന്ന് അടുത്ത മുറിയിലത്തെ ഒരു ബെഞ്ചെ പിടിച്ച് കയറി ആ ബെഞ്ചിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ എല്ലാവരും വിചാരിച്ചു ഞാൻ മരണവെപ്രാളമാണ് കാണിക്കുന്നത്. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ആരെയും അനുസരിക്കുന്നില്ല, മരണവെപ്രാളമായിരിക്കും എല്ലായിടത്തും. അപ്പോഴത്തേക്ക് ആള് പറഞ്ഞു വിട്ടു, മരിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു, ഞാൻ നല്ല കണ്ടീഷൻ അല്ല എന്ന്. അപ്പോഴത്തേക്ക് എന്റെ ഗ്രാൻഡ് ഫാദറും എന്റെ ഇപ്പാപ്പനും അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ എന്റെ മരണത്തിന് സാക്ഷി നിൽക്കുവാനുള്ള ഇതിലെ വേഗത്തിൽ എല്ലാവരും ഭവനത്തിലേക്ക് കടന്നു വന്നു. അവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ അമ്മ എനിക്ക് കഞ്ഞി കൊണ്ടുവന്ന് ആ ബെഞ്ചിൽ വെച്ചു. അമ്മ സാധാരണ കഞ്ഞി എനിക്ക് അമ്മ കോരിത്തരുക പതിവ്. അന്ന് അമ്മ കഞ്ഞി കോരിത്തരാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ആരും കോരിത്തരണ്ട എന്ന്. ഞാൻ തന്നെ കഞ്ഞി കോരി കുടിക്കുവാൻ ശ്രമിച്ചു. എന്റെ ഇടത് കൈയും അപ്പോഴത്തേക്ക് വീക്കായി. ഇടത് കൈ കൊണ്ട് സ്പൂണില് കഞ്ഞി കോരി ഇങ്ങനെ മേലേക്ക് പതുക്കെ കൊണ്ടുവരുമ്പോൾ വലത് കൈ ഇങ്ങനെ ഇരിക്കും. കൊണ്ടുവരുമ്പോൾ മേളിലെത്തുമ്പോൾ സ്പൂണ് ചരിഞ്ഞ് ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു വറ്റോ അതിൽ കാണുകയില്ല. കരഞ്ഞ് എന്റെ കണ്ണുനീര്, കഞ്ഞികളേക്കാൾ കൂടുതൽ കണ്ണുനീര് എന്റെ ആ കഞ്ഞിയിൽ ഉണ്ട്. ഇങ്ങനെ അപ്പൊ വന്ന എന്റെ ബന്ധുക്കള് ഇത് കണ്ടിട്ട് അവരും കരഞ്ഞു. അവർക്കും ഭാരമായി തീർന്നു എന്റെ ഈ സ്വഭാവം. ആര് പറഞ്ഞിട്ട് ഞാൻ കേൾക്കില്ല. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഗ്രാൻഡ് ഫാദർ വന്നു കഞ്ഞിയെല്ലാം മാറ്റി വെച്ചിട്ട് എന്നെ രണ്ടുപേര് ചേർന്ന് പിടിച്ച് കട്ടിലെ കൊണ്ട് കിടത്തി. ഞാൻ അന്ന് മുഴുവൻ ആ കട്ടിലെ കിടന്നു. ഞാൻ അന്ന് അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് സ്തോത്രം, ഞാൻ എന്റെ കർത്താവിനോട്, കർത്താവേ, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, മരിക്കുവാൻ നീ എന്നെ മരിക്കുവാൻ അനുവദിക്കുന്നില്ല, മരിച്ചില്ല. രണ്ട് കാര്യം മാത്രം കർത്താവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഭൂമിയിൽ ഞാൻ ജീവനോടെ നീ വെച്ചേക്കുവാണെങ്കിൽ, ഞാൻ ഈ ലോകത്ത് മരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് കാര്യം കർത്താവെ നീ എനിക്ക് ചെയ്തു തരണം. ഒന്ന്, എനിക്ക് പരസഹായം കൂടാതെ നടക്കണം. രണ്ട്, ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കുവാനും ഒരു സ്റ്റെപ്പ് നടക്കുവാനും മാത്രം നീ എനിക്ക് കൃപ തരണം. കൃപയെന്നൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കണം, ഒരു സ്റ്റെപ്പ് പരസഹായം കൂടാതെ നടക്കണം. ഇതിലധികം ഒന്നും എനിക്ക് വേണ്ട. അതെനിക്ക് തരുമെങ്കിൽ മാത്രമേ എന്റെ ജീവിതം നീ ശേഷിപ്പിക്കാവേ എന്ന് ആമേൻ. സ്തോത്രം. ഞാനെന്ന് ആ പകല് മുഴുവൻ കടന്ന് കർത്താവിനോട് പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ആഗ്രഹം അത്രമാത്രമേ ഉള്ളായിരുന്നു. ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കണം, തനിയെ പരസഹായം കൂടാതെ നടക്കണം. എന്റെ വിശ്വാസം നിമിത്തമോ അല്ലെങ്കിൽ എനിക്കതിൽ രോഗസൗഖ്യത്തിൽ ഒരു വിശ്വാസമോ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ എന്റെ കർത്താവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട്, എന്നെ അവൻ സ്തോത്ര ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്തിരുന്നത് കൊണ്ട്, എന്നെ കണ്ടിരുന്നത് കൊണ്ട് ആമേൻ. സ്തോത്രം. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് ഭവിക്കുന്ന ദൈവനീതി. അത് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, വിശ്വാസത്തിന് ഹേതുവാകുന്ന ദൈവത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ അന്ന് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. എന്നെ ആരോടും ഈ സംഭവങ്ങൾ ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രിയിൽ എനിക്ക് ഉറക്കം കുറവായിരുന്നു. ഞാൻ അധികം ഉറങ്ങിയില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസം അതിരാവിലെ ഞാൻ ഓർത്ത്, വീഴുന്നെങ്കിൽ വീഴട്ടെ. ഞാനൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പതുക്കെ ഞാൻ എഴുന്നേറ്റു പതുക്കെ പിടിച്ച് ഞാൻ എഴുന്നേറ്റ് വന്ന് അടുത്ത മുറിയുടെ ബെഞ്ചിലിരുന്നു. അതിരാവിലെ എന്റെ അമ്മ എഴുന്നേറ്റ് വന്ന് എന്നെ കട്ടിലെ നോക്കുമ്പോൾ ഞാൻ ഇല്ല. അമ്മ നോക്കുമ്പോൾ അടുത്ത മുറിയിൽ ഞാൻ ബെഞ്ചിൽ ഇരിക്കുന്നു. അമ്മ അതിശയമായി.
അമ്മ ഞെട്ടിപ്പോയി, ഞാൻ എങ്ങനെ ഇവിടെ വന്നിരുന്നു എന്നുള്ളത്. അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എനിക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു വിടുതലും സൗഖ്യങ്ങളും ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, ക്രമേണ കൊണ്ട് 2-3 ദിവസം കൊണ്ട് ഞാനിപ്പോ അതൊക്കെ ഭവനത്തിനകത്ത് നടക്കാൻ തുടങ്ങി, പിടിച്ചു നടക്കാൻ തുടങ്ങി. അതെന്റെ ധൈര്യക്കുറവ് കൊണ്ടാണ് ഞാൻ പിടിച്ചു നടക്കാൻ തുടങ്ങിയത്. ഒരാഴ്ച കൊണ്ട് ഞാൻ മുറ്റത്തും പറമ്പിലും ഇറങ്ങി നടക്കാൻ തുടങ്ങി. സ്തോത്രം. എന്റെ മരണത്തിന് സാക്ഷി കാണാൻ വന്നവരൊക്കെ പിന്നീട് എന്റെ സൗഖ്യം കണ്ട്, സൗഖ്യം കേട്ടറിഞ്ഞ് അവരെന്നെ പിന്നീട് കാണുവാൻ വന്നു. എന്നാൽ ആരോടും ഞാൻ പറയാൻ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ എന്നെ കർത്താവ് തൊട്ടെന്നോ, അല്ലെ ഇത് തൊട്ടത് കർത്താവാണെന്നോ, സൗഖ്യം ഇങ്ങനെ ലഭിച്ചെന്നോ ഒന്നും എനിക്ക് പറയാൻ അറിഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ എന്റെ വീട്ടിലുള്ളവരോടും എന്റെ പ്രിയപ്പെട്ടവർ എന്റെ ഭവനത്തിലുള്ളവരോടും ഒക്കെ എനിക്ക് ഒരു വല്ലാത്ത ഒരു പ്രയാസമായിരുന്നു എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഇനി ആരുമായിട്ടും എനിക്ക് ലോകത്തിലുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും ഇതെല്ലാം ഇത്ര വരെ ഉള്ളൂ എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഏത് സ്നേഹവും മാറിപ്പോകുന്നതും ബന്ധങ്ങൾക്കൊക്കെ പരിധി ഉണ്ടെന്നും എല്ലാം അന്ന് ഞാൻ മനസ്സിലാക്കി. സ്തോത്രം. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയോടെ കഴിഞ്ഞു. എന്റെ ആരോഗ്യസ്ഥിതി യഥാസ്ഥാനപ്പെട്ടു വന്നു. എനിക്ക് തനിയെ നടക്കാമെന്നും പോകാമെന്നും ഒക്കെ ഉള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വന്നു. സ്തോത്രം. സ്തോത്രം. അവിടെ നിന്ന് ഞാൻ തിരിച്ച് 1 മാസം കൊണ്ട് ഡൽഹിക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്റെ ഹോസ്പിറ്റലിലും എന്റെ ഹോസ്റ്റലിലും എന്റെ നഴ്സിംഗ് സൂപ്രണ്ടും ഇവരെല്ലാവരും അതിശയകരമായിട്ട് അത്ഭുതകരമായി നോക്കി, നീ എന്ത് ചെയ്ത സൗഖ്യമായിരുന്ന്. പക്ഷെ അവരോട് ആരോടും ആ കാലങ്ങളില് ദൈവത്തിന്റെ ഈ വിടുതലോ സൗഖ്യം ഒന്നും പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞതുമില്ല. സ്തോത്രം. എല്ലാവരും അതിശയം തോന്നുമാറാൻ ഞാൻ മടങ്ങിയെത്തി. എന്റെ നഴ്സിംഗ് സ്തോത്രം കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ ആരോഗ്യത്തോടു കൂടെ എന്റെ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ അവിടെ തൊട്ട് അതെന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സ്തോത്രം. അവിടെ വെച്ച് അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചു, ഇനി ഈ ലോകത്തിലെ സ്തോത്രം ഒന്നും എനിക്ക് പ്രാധാന്യമല്ല. സ്തോത്രം. ഞാൻ ലഭിച്ച എന്റെ നഴ്സിംഗ് ലൈഫ് കൊണ്ട് സ്തോത്രം ആരുമില്ലാത്തവരും അഗതികളും പാവപ്പെട്ടവരുമായവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റിവെക്കാൻ എന്റെ ഹൃദയം കൊണ്ട് തീരുമാനിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ ഇത്രയും നാൾ എന്നെ വളർത്തിയവരെ സഹായിക്കണം, അല്പം ഒന്ന് സഹായിച്ചിട്ട് എനിക്ക് സ്തോത്രം ഇങ്ങനെ ഒരു സേവനത്തിന് വേണ്ടി മാറിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോകുവാൻ തക്കവണ്ണം എന്റെ ഭവനത്തെ ഒന്ന് സഹായിച്ചിട്ട് സ്തോത്രം എന്റെ ആഗ്രഹം മദർ തെരേസ കോൺവെന്റിൽ പോയി ആതുര സേവനം ചെയ്ത് എന്റെ ജീവകാലം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഞാൻ സ്തോത്രം ഗൾഫിലേക്ക് കടന്നുപോയി എന്റെ വീടിനെ സഹായിക്കാൻ. എന്നാൽ എന്റെ ആഗ്രഹം അതായിരുന്നെങ്കിലും സ്തോത്രം ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ അതല്ലായിരുന്നു. അത് ക്രമേണയായി സ്തോത്രം എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഞാനിങ്ങനെ സുഖമായി കഴിഞ്ഞതിന് ശേഷം 1 മാസം കഴിഞ്ഞ് എനിക്ക് മരുന്ന് തരുവാൻ ആ കഷായം കുറിച്ച് തന്ന വൈദ്യുതി അടുക്കല് എന്നെയും കൊണ്ട് എന്റെ മാതാപിതാക്കൾ നിർബന്ധത്താൽ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ ആ വൈദ്യരെന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ മരുന്നിന്റെയോ അല്ലെങ്കിൽ ഞാൻ തന്ന യാതൊന്നിന്റെയോ പൊടിയുടെയോ ഒന്നുമല്ല, ഈ കൊച്ചിന് വേണ്ടി ആരോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമായി ഈ കൊച്ചിനെ സൗഖ്യമാക്കിയതെന്ന് ആ വൈദ്യരെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് എന്റെ അമ്മയെ വിളിച്ചു നിർത്തി പറഞ്ഞു, ഒരു അല്പകാലം കൂടെ ദൈവം ഒരു സമയം കൊടുത്തതായിരിക്കും, അതുകൊണ്ട് അധികം നാൾ ജീവിക്കുമെന്ന് കരുതണ്ട, 7-8 വർഷമോ വല്ലമേ ഇനി ജീവിക്കത്തുള്ളൂ. തന്നെയുമല്ല ആന്തരിക അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്, കയർഡായി പോയത് കൊണ്ട് വിവാഹമൊന്നും കഴിപ്പിക്കരുത്, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് എന്നെ മാറ്റി നിർത്തി പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ഞാൻ നിന്ന സൈഡിന്റെ അപ്പുറത്ത് നിന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഗൾഫിലേക്ക് കടന്നു വന്നു. എന്റെ വിവാഹം കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെ അതിനുശേഷം ഞാൻ മുന്നോട്ട് വരുമ്പോൾ സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതായിരുന്നു. ഞാനത് മറന്നുപോയി.
അതന്നെ അത് ഞാൻ പിന്നെ ഓർത്തതുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഗൾഫില് സൗദി അറേബ്യയിൽ ഞാൻ കടന്നു വന്നപ്പോഴുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കൂട്ടായ്മയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. അതിനു മുമ്പേ തന്നെ എനിക്ക് സ്തോത്രം ഒരു മകളെ ദൈവം ദാനമായി തന്നു. അതും ഒരു രാത്രി പ്രാർത്ഥന സ്തോത്രം ഒരു ഗൾഫിലെ ടെറസിന്റെ മണ്ടയിൽ ഒരു വിഷയത്തോടുള്ള ബന്ധത്തില് ഒരു രാത്രി ഞാൻ മുട്ടയിലിരുന്ന് ആമേൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ എനിക്കൊരു തലമുറയെ തരണം. ഞാൻ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങി എന്നെ വിട്ടല്ലോ, എനിക്കൊരു തലമുറയെ തരണം എന്ന് പറഞ്ഞു ഒരു രാത്രി മുഴുവൻ ഞാനവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ഇടയായി തീർന്നു. അന്ന് വെളുപ്പിലെ 3 മണിയായപ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു, ഞാൻ നിനക്കൊരു പൈതലിനെ തരുമെന്ന് പറഞ്ഞു. അതെനിക്ക് സമാധാനമായി. ഞാൻ പറഞ്ഞല്ലോ, ഏത് സ്ഥലത്തും ഏത് സാഹചര്യങ്ങളിലും എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുന്നത് ദൈവത്തോടായിരുന്നു. അറിഞ്ഞും അറിയാതെ അതെന്റെ ബാല്യത്തിൽ തുടങ്ങിയ എന്റെ ഒരു സ്വഭാവമായിരുന്നു. സ്തോത്രം. അങ്ങനെ എന്റെ മൂത്ത മകൾ ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങള് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം മറന്നുപോയിരുന്നു. എന്നാല് ഒരു ദിവസം ഞാൻ കർത്താവ് ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ച് രക്ഷിക്കപ്പെട്ട രംഗം എനിക്കൊരു സ്വപ്നമായി കാണിച്ചു തന്നിട്ട് ഞാനത് പെട്ടെന്ന് ഓർത്തുവെങ്കിലും ഞാൻ ആരോടും പറയാൻ എനിക്ക് പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന അന്ന് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസന്, ഇന്ന് സ്തോത്രം അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അത് മറന്നുപോയ ചിലർ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് റീഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് ആ തലേ ദിവസം എന്നെ കർത്താവ് ആ സ്വപ്നം കാണിച്ചു തന്നതിന് പ്രകാരം അതേ വാക്കുകൾ അതുപോലെ തന്നെ ആ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും അങ്ങനെ എന്നെ സമർപ്പിക്കുവാനും ഞങ്ങൾ കുടുംബമായി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ഒന്നിച്ച് സ്നാനപ്പെടുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സ്തോത്രം വഴി ദൈവം ഒരുക്കി. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് 3 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു. 3 കുഞ്ഞുങ്ങളും ഉണ്ടായത് ഓരോരോ സാക്ഷ്യങ്ങളാണ്. എന്നാൽ സ്തോത്രം അതെല്ലാം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെയും വരുമ്പോൾ അതിന്റെ എല്ലാം പുറകിൽ എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് 1990 ഫെബ്രുവരിയിൽ ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് സ്തോത്രം എന്റെ കൂടെ ഞാനന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും സ്തോത്രം അവരൊക്കെ ഇങ്ങനെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അവര് പറയാറുണ്ട്, എന്റെ ഹസ്ബൻഡ് എന്റെ പേരിൽ ഇത്രയും രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. അതുപോലെ തന്നെ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഭർത്താക്കന്മാർ ഓരോ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കുകയോ ആഭരണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയോ. അപ്പോഴിങ്ങനെ പലതും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്കും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, എനിക്കും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് തരണം, എനിക്ക് മറ്റൊന്നും വേണ്ട. നിന്റെ വചനത്തിൽ നിന്ന് ഒരു വചനം എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് തരണം എന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഏത് കാര്യമുണ്ടെങ്കിലും പറയുന്നത് പോലെ ഇതും പറഞ്ഞു. എന്റെ ജീവകാലം മുഴുവൻ എനിക്ക് ഉപയോഗിക്കത്തക്കതുപോലെ ഒരു വചനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാലയളവുകളിൽ സ്തോത്രം എനിക്ക് ദൈവവചനം എന്നോട് ഇടപെടുന്നത് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എന്നോട് പറയും, ഇത്ര അധ്യായം ഇന്ന വാക്യം എടുത്ത് വായിക്കാൻ പറയും. നല്ല ഉറക്കത്തിലായിരിക്കും ഇത് എന്നോട് പറയുന്നത്. അതുകൊണ്ട് ഈ എടുക്കത്തക്കതുപോലെ ബൈബിൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും എല്ലാ രാത്രികളിലും ഞാൻ കിടന്നുറങ്ങുന്നത്. കാരണം കുഞ്ഞുങ്ങളെ മുത്ത് കിടന്നുറങ്ങുന്നതാണ്. ഉറക്കത്തിൽ ദൈവവചനം ഇന്നതെന്ന് പറയുമ്പോൾ വേഗത്തിൽ ബൈബിൾ എടുത്തുകൊണ്ടുവന്ന് അടുക്കളയെ കൊണ്ടുവന്ന് ലൈറ്റ് ഓൺ ആക്കി ഞാനത് എടുത്തു നോക്കി എന്തുവാണെന്ന്. ആ കാലയളവുകളിൽ അങ്ങനെയായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അന്ന് അങ്ങനെ ഞാൻ ചോദിച്ച 1-2 ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ്, നീ എഴുന്നേറ്റ് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ വേഗം ബൈബിൾ എടുത്തുകൊണ്ടുവന്ന് അടുക്കളയെ കൊണ്ടുവന്ന് ആ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ സ്തോത്രം ആ വാക്യം ഇങ്ങനെയായിരുന്നു,
യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റി പോകാത്ത നീരുറവ് പോലെയും ആകും. ഓ എന്റെ പ്രിയമുള്ളവരെ, എനിക്കറിയത്തില്ല എന്തുമാത്രം സന്തോഷം ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കുണ്ടായെന്ന്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതാണോ എന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ്? ഉടനെ കർത്താവ് എന്നെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനെയാണെങ്കിൽ നാളെ സഭായോഗമാണ്, വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ സഭായോഗം വെള്ളിയാഴ്ചയാണ്. നാളെ സഭായോഗത്തിന് ചെല്ലുമ്പോഴേ അവിടെ ആരെങ്കിലും ഒരാൾ ഇതൊന്ന് വായിച്ചൊരു കുഞ്ഞ് വായിച്ചാലും മതി, ആരെങ്കിലും ഒരാള് വായിച്ച് എന്റെ ഹൃദയത്തിന് ഉറപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വളരെ പ്രതീക്ഷയോടെ സ്തോത്രം സഭായോഗത്തിന് പോയി. അവിടെ ചെന്നിരുന്നു. സഭായോഗം തുടങ്ങി തീരുവാൻ, അവിടെ സൗദി അറേബ്യയുടെ സഭായോഗമൊക്കെ ആ കാലയളവുകളിൽ തീരുന്നത് രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് 3 മണി ആയാലും തീരില്ല. അത് അവിടെ എഴുന്നേറ്റ് നിന്ന് മതിയെന്ന് പറഞ്ഞാലും പിന്നെയും സ്തോത്രം ആരാധനകൾ തുടരുന്ന ഒരു കാലയളവായിരുന്നു അത്. സ്തോത്രം എന്റെ ആത്മീക ജീവിതത്തിന്റെ എല്ലാ സ്തോത്രം അനുഭവങ്ങളും ഞാൻ പഠിച്ച പാഠങ്ങളും അവിടെ സൗദി അറേബ്യയിൽ നിന്നാണ് പഠിച്ചത്. സ്തോത്രം ആ കൂട്ടായ്മകൾ അത്രമാത്രം അനുഗ്രഹമായിരുന്നു. സ്തോത്രം അങ്ങനെ ആരും അവസാനം ആ കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് ഇനി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ സ്തോത്രം എനിക്ക് വലിയ ഭാരം തോന്നി. പെട്ടെന്ന് ഒരു കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനൊരു വാക്യം മാത്രം പറഞ്ഞിട്ടിരുന്നോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി 3 മണിക്ക്, ഇത് എന്നോട് ഇടപെടുന്നതും രാത്രി 3 മണിക്ക്, 3 മണിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉണർത്തിയിട്ട് ഈ വാക്യ സഭയിൽ വായിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു എന്ന് പറഞ്ഞ് ഈ യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചു. സ്തോത്രം എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും ആമേൻ സ്തോത്രം ഞാനത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റായി യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകുമെന്നുള്ള ആ വചനം, ആമേൻ സ്തോത്രം, ഞാനത് ഇന്ന് വരെ എടുത്തിട്ടില്ല. അതിന്റെ പലിശ മാത്രം എടുത്ത്, ആ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പലിശ എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ജീവിക്കുന്നു. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. എന്റെ ജീവിതത്തിൽ അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്നറിയാത്ത, ആമേൻ സ്തോത്രം, ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെ തീരുമാനമെടുക്കും, എന്താണ് വേണ്ടതെന്നറിയാതെ ഞാൻ സ്തോത്രം ജീവിതത്തിൽ കടന്നു വന്ന അനേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ ഈ വാക്യമാണ് എടുക്കുന്നത്. സ്തോത്രം ആമേൻ സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് അന്നത്തേക്കുള്ള ദൈവവചനം എനിക്ക് ലഭിച്ചാൽ തന്നെയും ഇതെന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു. സ്തോത്രം ഇന്നും ആമേൻ സ്തോത്രം. ഏത് ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലേൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ പറയും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയായി തീരും. ആമേനെ. അത് ആത്മീകമായ വരൾച്ചയാണോ, ഭൗതിക ജീവിതത്തിന്റെ വരൾച്ചയാണോ, അതെന്തായിരുന്നാലും ഈ വാക്യം ഇന്നും എന്റെ ജീവിതത്തിൽ ആപ്റ്റായി. സ്തോത്രം അതെങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയാതെ ഇന്ന് ഞാൻ അതിന്റെ ആമേൻ സ്തോത്രം പലിശ എടുത്ത് ജീവിക്കുകയാണ്. സ്തോത്രം അതെന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചോദിച്ചു മേടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ. കർത്താവിന്റെ പക്കൽ ഒരുപാട് സ്തോത്ര ഡിപ്പോസിറ്റുകൾ ഉണ്ട്. നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം ഇന്നും എന്നെ നടത്തുന്നത്. ഞാൻ ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രയാസങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ പറയുന്നതാണ്, ഈ ദിവസവും കർത്താവ് കണ്ടിട്ടാണ് അന്ന് എനിക്ക് ഈ വാക്യം തന്നത്. ഈ ദിവസവും മുന്നമേ ഈ പ്രശ്നവും കർത്താവ് കണ്ടിരുന്നു എന്ന്. സ്തോത്രം. ഞാൻ മുന്നോട്ട് വരട്ടെ. സ്തോത്രം ആമേൻ സ്തോത്രം. അങ്ങനെ കുഞ്ഞുങ്ങളുമായി ഞാൻ ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം, അതിനുശേഷം എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ നാട്ടിലേക്ക് കടന്നുപോയി. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാനുള്ള ആവശ്യങ്ങളുടെ മറ്റു കാര്യങ്ങളുടെയും ഒക്കെ മുഖത്ത് നാട്ടിലേക്ക് കടന്നു പോവുകയും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സമയം അതെന്റെ ജീവിതത്തിന്റെ മറ്റൊരു ഇൻസിഡന്റ് ആണ്. സ്തോത്രം ആമേൻ സ്തോത്രം. ഞാൻ സ്തോത്രം
സ്തോത്രം ഞാൻ 1992 സ്തോത്രം ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഞാനിന്ന് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലെ കൂട്ടായ്മ കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായിട്ട് ചെന്ന് കിടന്നു. രാത്രി ഒരു 12 മണിയായപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് മീഖ 4:10 വായിക്കുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ സ്തോത്രം ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, സ്തോത്രം, മീഖ 4:10 വായിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ കിടന്നതല്ലേ ഉള്ളൂ, രാവിലെ ഇനി വീണ്ടും പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കണ്ടെയാണ്, ഒന്നുകൂടെ കിടക്കട്ടെ എന്ന്. എന്നാൽ സ്തോത്രം ഞാൻ വീണ്ടും ഒന്ന് മയങ്ങാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വീണ്ടും ഉണർത്തിയിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് മീഖ 4:10 വായിക്കുന്നു. അപ്പോഴേ സ്തോത്രം ഞാൻ എഴുന്നേറ്റ് മീഖ 4 എന്റെ ബെഡിന്റെ സൈഡിൽ തന്നെ ടേബിൾ ലാമ്പിന്റെ അടുക്കൽ തന്നെ ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് മീഖ 4:10 വായിച്ചു. അതിങ്ങനെയാണ്. സ്തോത്രം, ഇപ്പോൾ നീ ഈ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. സ്തോത്രം. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവെ ഈ ദേശം വിടുമോ എന്നാ? കർത്താവ് എന്നോട് പറഞ്ഞു, 95 നീ സൗദി അറേബ്യ വിടും. ഞാൻ ചോദിച്ചു, വയൽ എവിടെയാ? അത് നിന്റെ ദേശം. ശരി കർത്താവെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് എന്റെ പെന്നും ആ ബൈബിൾ ഭാഗത്തേക്ക് വെച്ച് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്ത്, അയ്യോ ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതായിരുന്നല്ലോ എന്ന് കരുതി വേഗത്തിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എന്റെ ബൈബിളിൽ ഞാൻ ആ പെണ്ണ് വെച്ചിരുന്ന ഭാഗത്ത് തന്നെ ഉണ്ട്. ഇന്ന് ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. ഞാൻ സ്തോത്രം അന്ന് കർത്താവ് പറഞ്ഞതുപോലെ 1995 ആമേൻ, ദൈവം ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ഒരു വഴി എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം നാട്ടിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. 10 വർഷം ഞാൻ നാട്ടിൽ ജീവിച്ചു. സ്തോത്രം. നാട്ടിൽ ജീവിച്ചതിന് ശേഷം ആമേൻ, സ്തോത്രം, ഈ വചനം എന്നോട് സംസാരിച്ചതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്ക് അമേരിക്കയ്ക്ക് കടന്നു വരുവാൻ ഇഷ്ടമില്ലായിരുന്നത് കൊണ്ട് ആമേൻ, സ്തോത്രം, ഞാൻ സ്തോത്രം 92 CGFNS പാസ്സായിട്ടും കടന്നു വരുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നാട്ടിൽ തന്നെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് നാട്ടിൽ തന്നെ നിന്നു. നാട്ടിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ആമേൻ അറിയപ്പെടുന്നതല്ല, ഒരു ചെറിയ ശുശ്രൂഷയും ചെറിയ സഭയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ എനിക്ക് ആ എളിയവരോട് ചേർന്ന് അങ്ങനെ പോകുന്ന ആ ജീവിതമായിരുന്നു എനിക്ക് വളരെ സന്തോഷം. എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളുടെ മുഖത്ത് 2005 സ്തോത്രം ഈ തന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആമേൻ, സ്തോത്രം, ഞാൻ അമേരിക്കയ്ക്ക് വരുവാനിടയായി തീർന്നു. ഇവിടേക്ക് കടന്നു വന്നപ്പോഴുള്ള എന്റെ ഏക ആഗ്രഹം സ്തോത്രം എത്രയും വേഗം വന്ന് 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ കോളേജിലും 2 പേര് സ്കൂളിലും പഠിക്കുന്ന കാലമാണ്. എത്രയും വേഗം കുഞ്ഞുങ്ങളെ ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം തിരിച്ചു നാട്ടിൽ പോയി ആമേൻ, സ്തോത്രം, എനിക്ക് നാട്ടിൽ തന്നെ ജീവിതം തുടരണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചാണ് ഇവിടേക്ക് കടന്നു വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് ആദ്യ സമയങ്ങളിലായിരുന്നു വന്നത്. ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ 2002 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങള് വീട് മേടിച്ച് ഈ വീടിന്റെ രജിസ്ട്രേഷൻ ആയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ആമേൻ, സ്തോത്രം, കർത്താവ് എന്നോട് ചോദിച്ചു, വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വരുമ്പോ കർത്താവ് എന്നോട് ചോദിച്ചു, നിന്റെ ശത്രു ആരാണെന്ന്. ഞാൻ അല്പസമയം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ആരെയും എനിക്ക് ശത്രുവായിട്ട് തോന്നുന്നില്ല, ആരും എന്നോട് ശത്രുത ഉള്ളതായിട്ടും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കർത്താവ് എന്നോട് പറഞ്ഞു, ഒടുവിലത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ വെച്ചോ? അപ്പോഴെന്നെ കർത്താവ് ഈ 2000 സ്തോത്രം 1992 തന്ന ഈ വചനം എന്നെ ഓർമ്മപ്പെടുത്തി. നീ ഇവിടെ വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ നിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ വാക്യം എന്നെ ഓർമ്മപ്പെടുത്തി. ഇത്രയും സമയം കൊണ്ട് ഞാൻ എന്റെ ഭവനത്തിലെത്തി. എനിക്ക് വളരെ സങ്കടമായി. കർത്താവെ, അപ്പൊ ഞാൻ മടങ്ങിപ്പോകാതെ ഈ രാജ്യത്ത് താമസിക്കുവാനാണോ കർത്താവെ നീ പറയുന്നത്? ഒടുവിലത്തെ ശത്രുവായ മരണം ഇവിടെയാണോ എനിക്ക് നീങ്ങിപ്പോകുന്നത് എന്നോർത്ത് എനിക്ക് ഭയങ്കര ഭാരമായിട്ട് ഞാൻ വന്ന് കതവ് തുറന്ന് വീട്ടിലെ സ്തോത്രം എന്റെ ബെഡ്റൂമിലോട്ട് വന്ന് നിലത്തേക്ക് വീണ് കിടന്ന് ദൈവത്തോട് കരഞ്ഞു. കർത്താവെ, ഞാൻ അതുവരെയും 2 വർഷമായിരുന്നു ഇവിടെ വന്നിട്ട്, അതുവരെയും ഉള്ള സമയം ഞാൻ ഇവിടുത്തെ ഒരു കാര്യങ്ങളുമായിട്ട് ചേരാതെ ഇങ്ങനെ മുള്ളെ നിൽക്കുമ്പോൾ എന്ന് പറയും പോലെ എത്രയും വേഗം മടങ്ങി പോകണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു എന്റെ ഹൃദയത്തിൽ
ഉണ്ടായിരുന്നത്. ഈ വാക്യം എന്നോട് ഇടപെട്ടു. ഞാൻ അവിടെ നിലത്ത് വീണ് കിടന്ന് കുറെ നേരം കരഞ്ഞു. കർത്താവേ സ്തോത്രം, ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. ഞാൻ ഇവിടെ ജോലി ചെയ്ത് ക്രെഡിറ്റ് കാർഡ് അടച്ച് എന്റെ ആയുഷ്കാലം ഇവിടെ തീർന്നു പോകരുത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരുന്ന ഒരു ചെറിയ കാര്യം എന്റെ ജീവിതത്തിൽ, എനിക്ക് വലുതൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല. ഞാൻ അത് ചോദിച്ച് അവിടെ കിടന്ന് കുറെ നേരം കരഞ്ഞതിന് ശേഷം സ്തോത്രം, ഞാൻ എഴുന്നേറ്റ് വന്ന് എനിക്ക് വലിയ ഭാരമായി. ഞാൻ ഇവിടെ മരിച്ച് ഇവിടെ ഞാൻ ജീവിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ ഭാരമായി തോന്നി. അങ്ങനെ സ്തോത്രം, ഞാൻ എന്റെ ഭവനത്തിലെ ജോലികൾ ചെയ്യുകയും ഞാൻ ഇത്രയും സമയം കൊണ്ട് RN എക്സാം പാസ്സായി ജോലിക്ക് പോകുവാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം, ഞാൻ മുന്നോട്ട് പോയി. ഒരു ദിവസം ഞാനും എന്റെ മകളും കൂടെ സ്തോത്രം ഒരു പുതിയ വീട് ഞങ്ങൾ മേടിച്ചതായതുകൊണ്ട് അവിടെ ഫർണിച്ചറുകളൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബെഡ് നോക്കാനായിട്ട് ഞങ്ങൾ ഒരു കടയിൽ പോയി. അവിടെ ചെന്നപ്പോഴുണ്ട്, 2 വർഷമായതേ ഉള്ളൂ ഇവിടെ വന്നിട്ട്, അവിടെ ഇങ്ങനെ ഒരു പാക്കറ്റില് ഡെയിലി ബ്രെഡ് ഇരിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതിൽ നിന്ന് ഒരു ഡെയിലി ബ്രെഡ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എടുക്കാൻ വെച്ചേക്കുന്നയാന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ആ ഡെയിലി ബ്രെഡ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് വായിക്കാനായിട്ട് കൊണ്ടുവന്നു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതിൽ 100 ഡെയിലി ബ്രെഡ് ഓർഡർ ചെയ്ത് നീ ഡാളസ് ഡൗൺ ടൗണിൽ കൊണ്ടുപോയി അവിടെ സ്ട്രീറ്റിൽ കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഡൗൺ ടൗൺ എവിടാന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഞാൻ അത്യാവശ്യത്തിന് വണ്ടി ഓടിച്ച് ജോലി വരെ പോകും, തിരിച്ചു വരുമെന്നല്ലാതെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതും വലിയൊരു മിറക്കിളാ. അതെല്ലാം ഓരോരോ അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ. ചുരുക്കി ഞാൻ പറയട്ടെ, ഞാൻ പലരോട് ചോദിച്ച് അന്വേഷിച്ച് ആമേൻ സ്തോത്രം, ഞാൻ എന്നിട്ട് ഈ ഡെയിലി ബ്രെഡിനകത്തൊരു പേപ്പർ അവർ വെച്ചിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു 100 ഡെയിലി ബ്രെഡ് വേണമെന്ന് പറഞ്ഞു അവർക്ക് എഴുതി. എന്റെ വിചാരം അവർ കൂടി വന്നാൽ ഒരു 5-10 ഡെയിലി ബ്രെഡ് അയക്കും, അതിൽ കൂടുതൽ അവർ തരുമെന്ന് തോന്നുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ട്, എന്റെ ഡോറിന്റെ മുമ്പിൽ, എന്റെ വീടിന്റെ വാതുക്കലുണ്ട് 100 ഡെയിലി ബ്രെഡ്. അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്തോത്രം, ഞാൻ ട്രെയിനിലാണ് ഈ ഡൗൺ ടൗണിൽ പോകേണ്ടത്. സ്തോത്രം, ഈ രാജ്യം അറിയാവുന്നവർക്കറിയാം, ഈ സ്ഥലം അറിയാവുന്നവർക്കറിയാം. ഡൗൺ ടൗണിലൊന്നും നമ്മൾ തനിയെ സ്ത്രീകൾ പോകത്തില്ല, അതൊന്നും അത്ര നല്ല സ്ഥലമല്ല. അവിടെ മറ്റു പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആരും അങ്ങോട്ടേക്ക് ആവശ്യമില്ലാതെ ആരും പോകുന്ന സ്ഥലമല്ല. അങ്ങനെ ഞാൻ വളരെ ഭയത്തോടെ ഒരു ദിവസം, എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ദൈവത്തിനെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഈ 100 ഡെയിലി ബ്രെഡ് ഞാൻ ഒരു ബാഗിലാക്കി. എന്റെ മോനോട് മാത്രം ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ഡെയിലി ബ്രെഡ് കൊണ്ട് ഡൗൺ ടൗണിൽ പോവാ, ഒരുപക്ഷെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ പറഞ്ഞേക്കണം വീട്ടില്, ഞാൻ ഡെയിലി ബ്രെഡ് കൊണ്ട് പോയതാണ്, വന്നില്ല, അങ്ങനെ എന്നെ കാണാതെ പോയെന്ന് വന്നോളൂ എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം അത്ര ഭയമായിരുന്നു എനിക്ക്. പ്രിയമുള്ളവരെ, ആ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഇത് പോകുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന്റെ ആത്മാവ്, കാരണം ഈ ഡൗൺ ടൗൺ എവിടാന്ന് അറിയത്തില്ല, ഈ ട്രെയിനിൽ പോയാൽ ഇവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. എന്തായാലും തലേ ദിവസം ഞാൻ കണ്ടു ഒരു 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 ടീ ഷോപ്പിന്റെ പേരും ഒരു ടീ ഷോപ്പും കൂടെ എന്നെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തന്നപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഇത് ഡൗൺ ടൗണിലെ ഒരു കടയാണെന്ന്. എന്തായാലും ഞാൻ ട്രെയിനിൽ കയറി ഭയത്തോടു കൂടി അവിടെ ചെന്നു. എന്റെ ജീവിതത്തിൽ അതൊരു തുടക്കമായിരുന്നു. അന്ന് സ്തോത്രം, അത് ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞ സമയത്താണ്, 2007 തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് മേടിച്ച് അങ്ങനെ എഴുതി വാങ്ങിച്ച് 100 ഡെയിലി ബ്രെഡും കൊണ്ട് ആദ്യം പോയി. പിന്നത്തേതിൽ ക്രമേണ കൊണ്ട് എന്റെ ഡെയിലി ബ്രെഡ് വളരെ ഭയത്തോടെയാണ് ഞാൻ പോകുന്നത്. ഒരു ഈയൽ വിറയ്ക്കും പോലെ ഞാൻ ഇവിടുന്ന് അവിടെ വരെയും അവിടുന്ന് ഇവിടെ വരെയും വിറച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതും സ്തോത്രം ഇത് ചെയ്യുന്നതും. അങ്ങനെ ഞാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് 1-2 സഹോദരിമാരെ പരിചയപ്പെടുവാനിടയായി തീർന്നു. അതിലൊരാൾ ജയിലിൽ സുവിശേഷം പറയാൻ പോകുന്നവരായിരുന്നു. എനിക്കൊരു 2-3 വർഷം ഡാളസിലെ സ്തോത്രം ജയിലിൽ അങ്ങനെ ആ സഹോദരി മുഖാന്തരം സുവിശേഷം പോകുവാൻ തക്കവണ്ണം ചാൻസ്
ഉണ്ടായിത്തീരുന്നു. ഞാനൊരു കാര്യം കൂടെ വേഗത്തിൽ പറയട്ടെ. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2012 ദൈവം, ഞാൻ ആ ചർച്ചിൽ വർഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, ഇനി നടക്കുവാനിരിക്കുന്ന വലിയ സംഭവം എന്താണെന്ന്. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് കർത്താവെ നിന്റെ വരവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ വരവിനെ പറ്റി ലോകം ഇന്നറിയാതെ ഇരിക്കുന്നു, ഈ ജനം ഇന്നറിയാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ചുറ്റുപാടുകളും ഞാൻ പാർക്കുന്ന പട്ടണങ്ങളും നഗരങ്ങളും ആമേൻ സ്തോത്രം കർത്താവിന്റെ വരവിനെ അറിയാതെ ഇരിക്കുന്നു. ഞാൻ അപ്പോൾ ചോദിച്ചു, കർത്താവെ ഞാൻ എന്താ ചെയ്യുക അതിന്? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരു ട്രാക്ട് ഉണ്ടാക്കി സ്തോത്രം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ഇംഗ്ലീഷിന് കഷ്ടിച്ച് ജയിക്കുന്ന ഞാന്, ഇംഗ്ലീഷ് ശരിയായിട്ട് അറിയാത്ത ഞാന് എങ്ങനെ ട്രാക്ട് ഉണ്ടാക്കും? കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ വർഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നതിന് ശേഷം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. 2 ആഴ്ച എനിക്ക് വർഷിപ്പിന്, പിന്നെ ഞാൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങി അത് മറന്നുപോയി. പിറ്റേ ആഴ്ചയിലും അതുപോലെ ചെയ്തു. ചുരുക്കി ഞാൻ പറയട്ടെ, 6 മാസം കൊണ്ട് ഒരു ട്രാക്ട് ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയും ഇങ്ങനെ ഒരു ട്രാക്ട് ആമേൻ സ്തോത്രം ഇംഗ്ലീഷിൽ ഉണ്ടാക്കി അത് സ്തോത്രം ഒരു കർത്താവിന്റെ ദാസൻ അത് കറക്റ്റ് ചെയ്തു തന്നു. സ്തോത്രം. അങ്ങനെ അതിനെ പ്രിന്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഈ ട്രാക്ട് സ്തോത്രം അത് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്തപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഈ സ്പാനിഷിലേക്ക്, കാരണം ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ സ്പാനിഷ് പറയുന്നവർ ഒരുപാട് പേരുണ്ട്, സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ആരെയെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാമെന്ന്. അങ്ങനെ അത് സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അങ്ങനെ ഇംഗ്ലീഷിലും സ്പാനിഷിലുമായിട്ട് ഈ ട്രാക്ട് സ്തോത്രം പ്രിന്റ് ചെയ്തു. ആമേൻ സ്തോത്രം. 2012 മുതൽ ഇന്ന് വരെയും സ്തോത്രം ആമേൻ ഒരു വർഷം 25,000 ട്രാക്ട് ഇംഗ്ലീഷിലും 5,000 തൊട്ട് 10,000 വരെ സ്പാനിഷിലും ട്രാക്ടുകൾ ഒരു വർഷം പ്രിന്റ് ചെയ്തിട്ട് ആമീൻ അമേരിക്കയിലെ ആമീൻ സ്തോത്രം പല സ്റ്റേറ്റുകളിലും ഇത് കൊടുക്കുന്നുണ്ട്. സ്ട്രീറ്റുകളിലും എനിക്ക് സ്തോത്രം ഞാൻ സ്ട്രീറ്റുകളിലെ മാളുകളില് അല്ലെങ്കിൽ സ്തോത്രം പല സ്ഥലങ്ങളില് കടന്നു പോയിട്ട് ഈ ട്രാക്ടുകൾ കൊടുക്കും. ട്രാക്ടുകൾ പലപ്പോഴും ഇങ്ങനെ ഡൗൺടൗണുകളിലും മറ്റുള്ളിടത്തും കൊടുക്കുമ്പോൾ ആമീൻ അവരെന്നോട് ചോദിക്കും, നീ എന്താ ഇങ്ങനെ ചെയ്യുന്ന, ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട് ആമീൻ എന്റെ ടെസ്റ്റിമണി ഞാൻ അവരോട് പറയും. ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കാനും ഒരു സ്റ്റെപ്പ് നടക്കുവാനും മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചുള്ളൂ. ഈ കൈ കൊണ്ട് ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ സ്തോത്രം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന കർത്താവിന്റെ സാക്ഷിയായി ആമീൻ സ്തോത്രം സ്തോത്രം ഇന്നും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അതെ സ്തോത്രം. കർത്താവ് എനിക്ക് നൽകി തന്ന ഒരു ചെറിയ ശുശ്രൂഷ വലുതെന്ന് പറയുവാനോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വലിയ കാര്യമെന്നോ പറയുവാനല്ല സ്തോത്രം. എന്നിരുന്നാലും സ്തോത്രം ഇത് അതിനുശേഷം പലരിത് പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതിന്റെ മലയാളം കോപ്പി ആമീൻ കേരളത്തിലുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് ഫ്രീ ആയിട്ട് മലയാളത്തിൽ തരും. സ്തോത്രം പ്രിന്റ് ചെയ്തവര് മീൻസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആമീൻ സ്തോത്രം. ഇംഗ്ലീഷും സ്പാനിഷും നേപ്പാളിയില് അതുപോലെ തമിഴ്, ഹിന്ദി, പഞ്ചാബി സ്തോത്രം അങ്ങനെ വിവിധ ലാംഗ്വേജുകളിലെ സ്തോത്രം ഈ ട്രാക്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല, അവരവര് തന്നെ സ്തോത്രം മറ്റുള്ളവർ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ആമീൻ സ്തോത്രം. ഞാൻ മാത്രമല്ല കൊടുക്കുന്നത്, മറ്റ് ഡാളസിലുള്ള മറ്റ് ചർച്ചിലുള്ളവരും ഒക്കെ ആമീൻ ഇവിടെ വന്ന് ട്രാക്ട് എന്റെ പക്കൽ നിന്ന് കൊണ്ടുപോയി അവരൊക്കെ ഔട്ട്റീച്ച് മിനിസ്ട്രി ചെയ്യുമ്പോൾ ഈ ട്രാക്ടുകൾ കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ഈ ട്രാക്ട് മുഖാന്തരമായി കർത്താവ് എന്നെ ആഫ്രിക്കയ്ക്ക് അയക്കുവാനിടയായി തീർന്നു. ആഫ്രിക്കയിലേക്ക് കടന്നുപോയി അവിടെ ചെന്ന് സ്തോത്രം ആഫ്രിക്കയിലെ 3 ലാംഗ്വേജിൽ ഈ ട്രാക്ട് ട്രാൻസ്ലേറ്റ് ആകുവാനും ആമീൻ സ്തോത്രം അത് അവിടെ ഇപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമീൻ സ്തോത്രം. ഞാൻ പറഞ്ഞത് ആമേൻ സ്തോത്രം. ഒരിക്കലും ആമേൻ സ്തോത്രം ഞാൻ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ ആഗ്രഹിച്ചതോ പ്രാർത്ഥിച്ചിത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതോ അല്ല. ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കാനും ഒരു സ്റ്റെപ്പ് നടക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ച എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണയും ദയയും ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ പ്രവൃത്തി എന്തെങ്കിലും എന്റെ ആയുഷ്കാലത്തിൽ ചെയ്യുവാന് ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു. ജോലി ചെയ്തും ക്രെഡിറ്റ് കാർഡ് അടച്ചും എന്റെ ആയുഷ്കാലം
കാലം ഈ മണ്ണിൽ തീർന്നു പോകല്ലേ എന്ന് കർത്താവിനോട് സ്തോത്രം ചോദിച്ചു. ഈ ഒരു ചെറിയ ട്രാക്ട് ആണെങ്കിലും അത് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിക്കുന്നു, ഇന്ന് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ഏതുമല്ല. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത് എന്റെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എനിക്കൊരേ ആഗ്രഹമേ ഉള്ളൂ, കർത്താവ് വരുന്നു വരുന്നു എന്ന് ലോകത്തിലെല്ലാവരും അറിയണം, എന്റെ കമ്മ്യൂണിറ്റി അറിയണം, എന്റെ ചുറ്റുപാടുകൾ അറിയണം, രാജ്യങ്ങൾ അറിയണം, എന്റെ കർത്താവ് വേഗം വരുന്നു. ദൈവമായ കർത്താവ് ആമേൻ നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്തോത്രം, മരണത്തിനുള്ള ആടുകളെ പോലെ ഏൽപ്പിക്കപ്പെട്ടു പാതാളത്ത് സ്തോത്രം, ആമേൻ സ്തോത്രം, മൃത്യു അവരെ മേയിച്ചിരുന്നു. എന്നാല് മരണക്കിടക്കുകളെ മാറ്റി എഴുന്നേൽപ്പിച്ച് എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന്, സാക്ഷിയായി നിൽക്കുവാന് കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിച്ചു. എന്റെ ജീവിതത്തിൽ അന്ത്യത്തോളം ഈ ട്രാക്റ്റുകൾ കൊടുക്കണം, മറ്റുള്ളവർ അറിയണം, കർത്താവ് വരുന്നു എന്നറിയണം. ഇത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നോവലിസ്റ്റ് ആകണം, എഴുത്തുകാരിയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. എന്നാല് ഒരു പ്രാവശ്യം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഞാൻ നിന്നെ വിളിച്ചത് എന്റെ മഹിമ കണ്ട സാക്ഷിയായി തീരുവാനാണ്, നിർമ്മിത കഥകളെ പ്രസ്താവിപ്പാനല്ല, മഹിമ കണ്ട സാക്ഷിയായി തീരുവാനാണെന്ന്. അതിനുശേഷം ഞാൻ ആമീൻ സ്തോത്രം, അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഗൾഫിലായിരുന്ന സമയത്ത് തന്നെ എല്ലാ വായനകളും നിർത്തി, എല്ലാ നിർമ്മിത കഥകളും നിർത്തി, ദൈവവചനം മാത്രമായി എന്റെ ജീവിതത്തിലെ വായന ഇന്നും എന്നെ കർത്താവ് നടത്തിക്കൊണ്ടു പോകുന്നു. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചതെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ. ആമീൻ സ്തോത്രം. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി വളരെയധികം നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കുറച്ച് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു വാക്കാണ് കർത്താവിൻ്റെ വരവെന്നുള്ളത്. മറ്റു പല ലോകപരമാകുന്ന ഹാലലി ഓഫറുമാണ് പല ദൈവമക്കളും കൊടുക്കുന്നതെന്നാൽ കർത്താവിൻ്റെ ദാസിയുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അത് ലോകമെമ്പാടും അറിയിക്കാനുള്ള ഒരു മുഖാന്തരവും കർത്താവ് ഒരുക്കി തന്നല്ലോ. അതിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അമേരിക്കയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ ദാസ്യ ദൈവം അധികമായി ഉപയോഗിക്കട്ടെ. ആയിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ അറിയുവാൻ കർത്താവിൻ്റെ ദാസ്യ മുഖാന്തരം ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അപ്പനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പാ സ്തോത്രം. അനാദിയായും ശാശ്വതമായും ദൈവമായവൻ സ്തോത്രം. ഞങ്ങളെ ഓമന പേർ ചൊല്ലി വിളിച്ച് ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്ത വൻ കൃപയ്ക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം സാധുവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നപ്പ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ ജീവിതത്തിൽ കർത്താവെ നീ എനിക്ക് നൽകി തന്ന സൗഖ്യം അവരുടെ ജീവിതത്തിൽ നൽകി കൊടുക്കണമേ. ആരെങ്കിലും രോഗത്തോടോ ഭാരത്തോടോ ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കുവാന്, വിശ്വാസം ഹേതുവായും കർത്താവെ സ്തോത്രം, വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്ന ദൈവനീതി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാന് കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജോയ്സ് ടിവിയെ കർത്താവ് അനുഗ്രഹിക്കുകയും ഇത് അനേകർക്ക് കർത്താവെ ആശ്വാസമായി വിടുതലായി തീരുവാന് സ്വർഗം ഇടയാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറഞ്ഞിരിക്കുന്ന അനേക ആമേൻ സ്തോത്രം സാക്ഷികളെ ഇതിൽ കൂടെ പുറത്തു കൊണ്ടുവന്ന് കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ അപ്പ. ലോകത്തിൽ എല്ലാവരും അറിയുമാറാകട്ടെ. വിടുവിക്കുന്ന ഒരു കർത്താവിനെ, സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ, രക്ഷിക്കുന്ന ഒരു കർത്താവിനെ, വേഗം വരുന്ന ഒരു കർത്താവിനെ ലോകം അറിയുവാൻ ഇടയാകട്ടപ്പ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. കർത്താവിന്റെ ദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ചൈതന്യവുമായി അനേകരെ ജീവിപ്പിക്കുന്ന സാക്ഷികളെ പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് വേണ്ടി കർത്താവെ അധ്വാനിക്കുവാൻ പിന്നെയും സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ. കൃപയിൽ പൊതിയണം യേശുവിന്റെ നാമത്തിൽ തന്നെ.